ഇന്നത്തെ ഞാൻ സന്ദേശം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ബി ഫോക്കസ്ഡ്. നമ്മുടെ ശ്രദ്ധ ഒരിക്കലും മാറിപ്പോകരുത്. I believe you all are glad in the presence of the Lord this morning. Today's message would be titled as Be Focused. ആമേൻ. അതിന് ആധാരമായി സദൃശ്യവാക്യം 4-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. Let's begin by reading Proverbs 4:29. ഹല്ലേലൂയ. വായിച്ചാട്ടെ. നിന്റെ കണ്ണ് നേരെ നോക്കട്ടെ, നിന്റെ കണ്ണിമ ചൊവ്വെ മുമ്പോട്ട് മിഴിക്കട്ടെ. ഇതാണ് വാക്യം എഴുതിയിരിക്കുന്നത്. നിന്റെ കണ്ണ് നേരെ നോക്കട്ടെ, നിന്റെ കണ്ണിമ ചൊവ്വെ മുമ്പോട്ട് മിഴിക്കട്ടെ. You can read in English. ഒരു പ്രാവശ്യം കൂടെ വായിച്ചു. നിന്റെ കണ്ണ് നേരെ നോക്കട്ടെ, നിന്റെ കണ്ണിമ ചൊവ്വെ മുമ്പോട്ട് മിഴിക്കട്ടെ. ആമേൻ. കണ്ണ് നേരെ നോക്കട്ടെ, നിന്റെ കണ്ണിമ ചൊവ്വെ മുമ്പോട്ട് മിഴിക്കട്ടെ. You can read if it is available. 25. Yeah, 4:25. Let thine eyes look right on, and let thine eyelids look straight before thee. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 51-ാമത്തെ വാക്യം. അവന്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരൂശലേമിലേക്ക് യാത്രയാവാൻ മനസ്സുറപ്പിച്ചു. തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു. ഹല്ലേലൂയ. ഇവിടെ രണ്ട് വാക്യങ്ങൾ വളരെ ശ്രദ്ധയോടെ നോക്കുമ്പോൾ ഒരുത്തന്റെ ദൃഷ്ടി ഉറപ്പിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധ വയ്ക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് നമ്മളോട് പറയുന്നു, നിന്റെ കണ്ണ് നേരെ നോക്കട്ടെ. നമ്മുടെ നോട്ടം എപ്പോഴും മുമ്പോട്ടായിരിക്കണം, ഉയരത്തിലേക്കായിരിക്കണം, മുമ്പോട്ടായിരിക്കണം. മാത്രമല്ല യേശു കർത്താവിന്റെ ദൃഷ്ടി യെരൂശലേമിലേക്ക്, അതിനുവേണ്ടിയുള്ള അവന്റെ മനസ്സ് അവൻ ഉറപ്പിച്ചു. Here we see two verses, one from Proverbs 4:25 where it says, let your eyes look right on. Second verse is Luke 9:51. The time has come that he should be received up, and he steadfastly set his face to go to Jerusalem. So the second verse talks about setting his face focused to go to Jerusalem. Praise God. Hallelujah. ഒക്ടോബർ മാസത്തിന്റെ 3-ാമത്തെ ആഴ്ചയിലാണ് നമ്മൾ വന്നു നിൽക്കുന്നത്. We are in the third week of the month of October. Today is October 19th. Hallelujah. ഇനിയിപ്പോൾ ഈ വർഷം തീരുവാൻ അധികം സമയങ്ങളൊന്നുമില്ല. Not many days left for the year. അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ ഓരോരുത്തരെയും നോക്കി കർത്താവിന്റെ നാമത്തിൽ ആത്മാവിന്റെ സഹായത്തോടു കൂടി ഇങ്ങനെ പറയട്ടെ, നിന്റെ കണ്ണ് നേരെ നോക്കുക. I want to look at each one of you and say, നിന്റെ മനസ്സിനെ ഉറപ്പിക്കുക. let your heart be established. ക്രിസ്തുവിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. Focus on Jesus. കാരണം അവൻ ആൽഫയും ഒമേഗയും ആകുന്നു. He is the Alpha and the Omega. അവൻ ആദ്യനും അന്ത്യനുമാകുന്നു. He is the beginning and the end. അവൻ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. I am the way, the truth and the life. മാത്രമല്ല വചനം പറയുന്നു 13:28 എബ്രായരിൽ എഴുതിയിരിക്കുന്നു, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായവനാകുന്നു ഈ കർത്താവ്. Hebrews 13:28 says Jesus Christ is the അവനെ same തന്നെ yesterday, today and ശ്രദ്ധിച്ചാൽ നിന്റെ ദൃഷ്ടി അവനിൽ ഉറപ്പിച്ചാൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് അവൻ. If your eyes are fixed on him, he will work for you. വചനം പറയുന്നു, അവങ്കലേക്ക് നോക്കിയവർ ആരും ലജ്ജിതരായി തീർന്നിട്ടില്ല, അവരുടെ മുഖം പ്രകാശമായി തീർന്നു. The word of God says that those who look to him are radiant, their faces are never covered with shame. രാവിലെ അത് വിശ്വസിക്കുന്നവർ കർത്താവിലേക്ക് നോക്കിയവർ ആരും ഇതുവരെ ലജ്ജിച്ചു പോയിട്ടില്ല. No one who has looked to the face of the Lord has been put to ആരെങ്കിലും shame. ദൈവത്തെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അത് യേശു കർത്താവിൽ കൂടി ആകുന്നുവെങ്കിൽ അവന്റെ മുഖം ഒരിക്കലും വാടിപ്പോകത്തില്ല. If you are seeking the Lord Jesus, your face will be never വചനം put പറയുന്നു, to നിന്റെ shame. കണ്ണു നേരെ നോക്കട്ടെ, നിന്റെ ദൃഷ്ടി ഉറച്ചിരിക്കട്ടെ. Let your eyes look straight on, and let their eyelids be straight Praise the before Lord. thee. Hallelujah. There are three kinds of people who destined to fail. തോക്കാൻ വേണ്ടിയുള്ള 3 കൂട്ടം ആൾക്കാരുണ്ട്. തോൽവിയേ ഉള്ളവർക്കുണ്ടാകത്തുള്ളൂ. There are 3 kinds of people who are destined to fail. ഒന്നെന്ന് പറയുന്ന unteachable person, പഠിക്കാൻ ആഗ്രഹിക്കാത്ത വ്യക്തി, മനസ്സിലാക്കാൻ ഗ്രഹിക്കാൻ ആഗ്രഹിക്കാത്ത വ്യക്തികൾ. One is the unteachable person. എത്ര പഠിപ്പിച്ചാലും അവരുടെ അകത്തൊരു ആർഗ്യുമെന്റ് ആയിരിക്കും. How much ever you teach, they are arguing in their heart. അടുത്തതിലോട്ട് കയറിപ്പോക്കത്തില്ല, ഒരിടത്ത് വന്ന് സ്റ്റക്കായി നിൽക്കും. അടുത്തതിലേക്ക് പോകുമ്പോൾ അവർക്കത് ഡൈജസ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ടീച്ചബിൾ ആകത്തില്ല അവർ. They are not able to go to the next level because they are continually arguing and they are not teachable. അതുകൊണ്ട് തന്നെ അവരുടെ അകത്തൊരു ഡിബേറ്റിംഗ് ഒരു മൂഡ് ഉണ്ടാകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഇങ്ങനെ തർക്കിക്കാനുള്ള ഒരു ആഗ്രഹം അവരുടെ അകത്തുണ്ടാകും. So there within them lies a
a tendency to debate നിങ്ങൾ about ശ്രദ്ധിച്ചു നോക്കി, everything. അങ്ങനെയുള്ളവർ വളരത്തില്ല. They don't grow. ഇപ്പൊ പലരും പറഞ്ഞില്ലേ യേശു രക്ഷയാകുന്നു എന്ന് പറഞ്ഞ് നിൽക്കുന്നവരില്ലേ? അതിന്റെ മുകളിലോട്ട് ആത്മസ്നാനത്തെ കുറിച്ചോ പരിശുദ്ധാത്മാഭിഷേകത്തെ കുറിച്ചോ സൗഖ്യത്തെ പോലും വിശ്വസിക്കാത്ത ആൾക്കാർ ക്രിസ്ത്യാനിറ്റിയിലുണ്ട്. That is why there are many who are stuck with Jesus is my savior. They don't go beyond the baptism of the Spirit or to the higher levels of divine healing. നിങ്ങൾ മനസ്സിലായോ? ദൈവമാണ് രോഗം തരുന്നത് പറയുന്ന ആൾക്കാർ ഇതിനകത്തുണ്ടെന്ന്. There are people who say God ഈ കഷ്ടത മുഴുവനും തരുന്നത് ദൈവത്തെ അറിയാനാണെന്ന് പറയുന്ന ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത് ഇപ്പോഴും. There are people who think that suffering comes to know നമ്മൾ the Lord പറയുന്ന better. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്തെ കാര്യം പറയുന്നത്. I'm talking about the Christian community. ബ്രദറൻ കമ്മ്യൂണിറ്റിക്കകത്ത് അവസാനം ആശീർവാദമില്ല. The meeting is dismissed എന്നാ പറയുന്നത്. There is no blessing at the end of brethren community നിങ്ങൾ നോക്കിയേ, church. കർത്താവിന്റെ കൃപയാൽ തൃത്വം എന്താണെന്ന് നിങ്ങൾ പഠിച്ചു. By grace of God you learned about Trinity. ഹല്ലേലൂയ. തുടങ്ങാനും അവസാനിപ്പിക്കാനും ഒരു ക്രമമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. You understood there is a way എന്താ to കാര്യം begin അറിയാം? and end. നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിച്ചു, വളരാൻ ആഗ്രഹിച്ചു, അതുകൊണ്ട് നിങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കുന്നു. Because you have the urge to learn and grow. People who are destined to fail, we are destined to reign. നമ്മളെ വിളിച്ചിരിക്കുന്നത് ജയിക്കാനാ വിളിച്ചേക്കുന്നത്. There are people who are destined to fail, but we are called to reign. നമ്മൾ ജീവനിൽ വാഴാനുള്ളവരാണ്. We are called to reign. രോഗം എന്ന രോഗത്തെ ജയിക്കാനാണ് അവന്റെ അടിപ്പിടരാൽ സൗഖ്യം തന്നിരിക്കുന്നത് വചനം. By his stripes we are healed, so we have victory ഇത് over കഷ്ടതയാന്ന് sickness. പറഞ്ഞ് ഏറ്റെടുത്താൽ പൗലോസിന്റെ ശൂലം അവരും ഏറ്റെടുക്കുന്ന. പൗലോസ് ആരാ? നമ്മളാരാ? You think that this is the thorn that Paul had, and that's how you take up sickness. പറഞ്ഞു ഒന്ന് അവിടെ ഇരുന്നോട്ട് പറഞ്ഞു, ആരെങ്കിലും ഇനി പഠിക്കാനുണ്ടെങ്കിൽ പറഞ്ഞ്, എന്റെ കർത്താവിന്റെ കയ്യിൽ രോഗം ഇരിപ്പില്ല തരാൻ. രോഗം നിനക്ക് വേറെ ഏത് വഴിയായിരിക്കും വരുന്നത്. നിന്റെ അറിവില്ലായ്മയ്ക്കകത്ത് മഴയത്ത് ഇറങ്ങി നിന്ന് പനി പിടിച്ചിട്ട് ഇത് ദൈവം തന്നെന്ന് പറഞ്ഞ് അങ്ങനെ നോക്കുന്നത്. God has no sickness in his hands to give you. ഉള്ള കണ്ടകണച്ചാണ് എല്ലാം വാരി തിന്നേച്ച് ക്യാൻസർ വന്നിട്ട് ദൈവ ക്യാൻസർ എന്ന് പറഞ്ഞ് അങ്ങനെ നോക്കുന്നത്. You eat the wrong food and you get cancer. വീട്ടത്ത് കിടന്ന് രണ്ട് ജോലിക്കാരെ വിളിച്ച് അവനെ 500 രൂപ കൊടുക്കുന്നതിന് പകരം തന്നെത്താൻ ആ കല്ല് പിടിച്ച് മാറ്റാൻ നോക്കി നടുകുളുക്കി ഇരുന്നിട്ട് ദൈവം തന്നതാണ് അവനെ അറിയാനെന്ന് പറഞ്ഞ് അങ്ങനെ നോക്കുന്നത്. You do work which you are not able to do, and then you break your back and then you blame God. ബൈക്കേല് മര്യാദക്കുള്ള സ്പീഡിന് പോകേണ്ടതിന് പകരം സർക്കസ് കാണിച്ചു പോയി ഉരുട്ടടിച്ച് വീണ് എല്ലാം ഒടിഞ്ഞു പറഞ്ഞു കിടന്നിട്ട് ദൈവത്തെ അറിയാം, ദൈവം തന്നതാണെന്ന് പറഞ്ഞാലും ഇത് ശോധനയാണെന്ന് പറഞ്ഞാലും. You overspeed on the bike and then you have an accident, then you can't blame God. ദൈവത്തിന്റെ ജോലി ഇതൊന്നുമല്ല. This is not God's job. ദൈവത്തിന് നമ്മളെ സ്നേഹിക്കുക എന്നുള്ളൊരു ജോലി മാത്രമേ ഉള്ളൂ. He only wants to love us. അതിനാ കുരിശ് കാണിച്ചത്. That's why he showed the cross. അടുത്തിരിക്കുന്ന ആളോട് പറയാ, ദൈവം നിന്നെ പീഡിപ്പിക്കാൻ വന്നവനല്ല, ദൈവം നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്. നിന്റെ കുറവുകളെ, നിന്റെ പ്രയാസങ്ങളെ, നിന്റെ പ്രശ്നങ്ങളെ സകലതിനെയും അവന്റെ സ്നേഹത്തിന്റെ പുതപ്പ് കൊണ്ട് പുതയ്ക്കുന്നവനാണ് അവൻ. God did not come to persecute you, but he came to love you and save you. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ മനസ്സിലാക്കിയിട്ട് പറയാ, സ്നേഹം പാപത്തിന്റെ ബഹുത്വത്തെ മറച്ചു പിടിക്കുന്നതാ. That's how Peter says that love covers a multitude of sins. ആരാണ് വളരാത്തത്? അൺടീച്ചബിൾ ആയിട്ടുള്ളവര്. പഠിക്കാൻ ആഗ്രഹമില്ല, ഒരിടത്ത് വന്ന് സ്റ്റക്കായി നിൽക്കുക. ഇതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് കേൾക്കണ്ടെന്ന് അവര് പറഞ്ഞു. അവര് പറയുന്നത് എനിക്കിനി ഒന്നും കേൾക്കണ്ട, കേട്ടാ ഞാൻ പിഴച്ചു പോകുന്നു. കേട്ടാ നീ പിഴച്ചു പോയല്ല, നിനക്ക് ശക്തി ഉണ്ടാകും. These people do not want to learn. They are stuck. They don't want to hear any further. 91 സങ്കീർത്തനത്തിന്റെ അവസാനത്തെ വാക്യം ഞാൻ കൂടെ പറയുകയാണ്, ഞാൻ ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുമെന്ന്. Psalm 91, the last verse says, I will satisfy you with long life. അച്ഛാ ഇപ്പൊ എത്ര വയസ്സായി? 73 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഇരിക്കുന്നത് 47 വർഷം കൂടെ ജീവിച്ചിരിക്കേണ്ട ആളാ. He has to live for another 47 years. 47 വർഷം എന്ന് പറയുമ്പോ അതെങ്ങനെ, അതിന്റെ വകുപ്പ് ഏതാ ചോദിച്ചാൽ അന്നേരമേ തട്ടിപ്പോ. But then if you're going to question that word, that's പറഞ്ഞ ചോദിക്കും 47 praise the Lord, iനി എവിടെല്ലാം എനിക്ക് പോകാനുണ്ട്. 47 years, praise the Lord. I have more places to go. റിട്ടയർമെന്റിൽ ഇരിക്കുന്ന ആളാണ്. എവിടെ എന്നോട് പറയുമോ, എന്റെ പാസ്റ്ററെ ഞാൻ അവിടെ പോയി ഇവിടെ പോയി ട്രാക്ട് കൊടുക്കാൻ പോയി, രാവിലെ ആ മീറ്റിങ്ങിൽ പോയി, ഞങ്ങൾക്കൊരു ടീമുണ്ട്. അടങ്ങി ചുമ്മാ വീട്ടിലെങ്ങനെ ഇരുന്നൂടെ? He says that I've gone to this place, I've gone to that place, I've given tract. Even in this age, he's active. See, if you are teachable, no one can stop you. നിനക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരാൾക്ക് നിന്നെ പിടിച്ചു നിർത്താക്കത്തില്ല. നീ കഴുകനെ പോലെ ചിറകടിച്ച് ഉയരുക തന്നെ ചെയ്യും. If you are teachable, you will rise up like an eagle. Hallelujah. Hallelujah. രണ്ടാമത്തെ കൂട്ടം ആൾക്കാരാണ് വളരാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ഗ്രഹിക്കാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നാണം കെട്ട് ലജ്ജിച്ചു പോകുന്നവർ. അൺഡിസൈഡഡ് ആൾക്കാർ, അൺഡിസൈഡഡ് പേഴ്സൺസ്, അനിശ്ചിതത്വമുള്ളവർ. അനിശ്ചിതത്വം എല്ലാത്തിനകത്തും അനിശ്ചിതത്വം.
The second group of people who don't grow up are those who are undecided. They have എന്ന് uncertainty പറഞ്ഞാൽ about everything. അങ്ങ് സംശയിക്കുമോ എല്ലാத்தைയും? Everything is doubtful. യാക്കോബ് അപ്പോസ്തലൻ പറയണം, സംശയിക്കുന്നവൻ കാറ്റടിക്കുന്ന തിരക്ക് സമമാന്നാ പറയുന്നത്. ഇങ്ങനെ കയറി വരും, ഇങ്ങനെ വരുന്ന വരവ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പൊങ്ങി ഇങ്ങനെ വരും, ഇച്ചിരി കഴിയുമ്പോൾ കാണത്തില്ല. James says that, Apostle James says that those who doubt are like the wind and waves. അടുത്ത വാക്ക് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇരുമനസ്സുള്ളവൻ തന്റെ വഴികളിലെല്ലാം അസ്ഥിരനാണെന്ന്. Double-minded men are കോഴഞ്ചേരിക്ക് unstable in പോകാന്ന് all പറഞ്ഞിട്ട് his പിന്നെ ways. ചങ്ങനാശ്ശേരിയിലാണ് കാണുന്നത്. കാര്യം അങ്ങോട്ട് പോകാൻ നേരത്ത് വേറെ രണ്ട് വിളിച്ച് അതുവഴി പോയി. You are unstable about your decisions and you are സ്റ്റെബിലിറ്റി ഇല്ല, സ്റ്റേബിൾ അല്ല, ഒരിടത്ത് ഉറച്ചു നിൽക്കത്തില്ല. അൺഡിസൈഡഡ് പീപ്പിൾ, they will never grow. അവർക്ക് ഒരിക്കലും വളർച്ച ഉണ്ടാകത്തില്ല, അവർക്ക് മനസ്സിലാകത്തുമില്ല. they never grow and they never understand anything. എല്ലായിടത്തും അസ്വസ്ഥതയാ. അസ്ഥിരന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവന് ഒരിടത്ത് പിടിച്ചിരുത്തിയാ ഇരിക്കത്തില്ല. They can't sit in one place. അതല്ലേ കർത്താവിനെയൊക്കെ അറിഞ്ഞ് ആമേൻ ഹല്ലേലൂയ ചർച്ചിനകത്തൊക്കെ വന്ന് കുറച്ച് കഴിയുമ്പം തോന്നുന്നു ഇത് എത്ര പോരാൻ തോന്നുന്നു, എഴുന്നേറ്റ് അങ്ങ് പോകും. They come to know the Lord, come to church and then they walk away. കാര്യം അവർക്ക് അവരുടേതായ റീസൺസ് ഉണ്ട് എഴുന്നേറ്റ് പോകാൻ. അവരുടേതായ റീസൺസ് ഉള്ളതുകൊണ്ട് ഒരിടത്തും ഫിറ്റാകത്തില്ല. ഞാനിപ്പോ എത്രയോ നാളായിട്ട് കാണുന്നുണ്ട് അങ്ങനെയുള്ള ഒരിടത്തും ഫിറ്റാകത്തില്ല. അല്ലേ ചേ? Such people are not a fit anywhere. നിന്നെ ആക്കിയിരിക്കുന്ന സ്വസ്ഥതയോടുകൂടി ഇരുന്ന് എനിക്ക് വളരണമെന്നുള്ള ആഗ്രഹമാണ്. കർത്താവ് നിന്റെ തലയെ ഉയർത്തും. If you have the heart that wherever God has placed me, I want to grow, God will lift you. കർത്താവ് നിന്റെ തലയെ ഉയർത്തുന്നവനാണ്. God lifts your head. മാത്രമല്ല 4 സങ്കീർത്തനവും ധാന്യവും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായ സന്തോഷത്തെക്കാൾ വലിയ സന്തോഷത്തെ തരുന്നവനാണ് ഇവൻ. And he will give you more gladness than at the time when grain and wine increase. പർവ്വതങ്ങൾ കുലുങ്ങിയാലും ഭൂമി ഇളകിയാലും ആമേൻ ഹല്ലേലൂയ അവന്റെ സ്നേഹം നിന്നോട് ഇച്ചിരി പോലും കുറയത്തില്ല. And no matter what happens, his love for you will never grow cold. മൂന്നാമത്തെ കൂട്ടം ആൾക്കാരാണ് ജീവിതത്തിൽ പരാജയപ്പെട്ട് തോറ്റുപോകുന്ന മൂന്നാമത്തെ കൂട്ടം ആൾക്കാരാണ് അൺഫോക്കസ്ഡ് പേഴ്സൺ. എന്ന് വെച്ചാൽ ദൃഷ്ടി ഉറയ്ക്കാത്തവർ അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തവർ. The third group of people who fail in life are the unfocused. They lack concentration. ശ്രദ്ധയില്ല അവർക്ക്, ശ്രദ്ധിക്കത്തില്ല. They lack concentration. ഞാൻ പലരോട് സംസാരിക്കാൻ പറ്റില്ല, നമ്മളോട് മുഖത്തോട്ട് തൂക്കിയിരിക്കുക, ശ്രദ്ധ എങ്ങാണ്ട. When I talk to people, they look ചർച്ച വന്നിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ചർച്ചില് ശരീരമൊക്കെ ചർച്ചിലായിരിക്കുന്ന ഇപ്പം തന്നെ മനസ്സ് വേറെ എങ്ങാട്ടാ ഇരിക്കുന്നെങ്കിൽ ഒന്നെങ്കിലും ഫോക്കസ് പോയി. Even at church, you are looking at me, your body is here, but your thoughts are elsewhere. You lost your focus. ഞാൻ പറയും ഈ ചർച്ച വന്നിട്ടിരുന്ന ഒരാൾ ഉറങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല, പക്ഷെ അവർക്ക് ആ നഷ്ടം ഉണ്ടാകുന്നതുകൊണ്ടാണ് ഉണർന്നിരിക്കുന്നതൊക്കെ ഞാനീ പറയുന്നത്. ആരും ഉറങ്ങാറില്ല. I'm not upset that you sleep in church, but you are losing something. ഞാൻ പറയും കുഞ്ഞെ ഉണർന്നിരി, കാര്യം കണ്ണിങ്ങനെ താഴോട്ട് പോകുന്നത് കാണാം. ഉറങ്ങുമല്ല, പെട്ടെന്ന് ഇങ്ങനെ ധ്യാനിക്കുന്ന പോലെ തോന്നും. I see your eyelids drooping and I know that you ഇങ്ങനെ are about to ധ്യാനിച്ച് sleep. വല്ല ബുദ്ധനോ വല്ലോ എഴുന്നേറ്റ് വന്നാലും വിചാരിച്ച് ഞാൻ ഉണർത്തുന്നതാ. Then I try to wake you up. എൻലൈറ്റൻഡ് എന്ന് പറഞ്ഞു നാളെ അങ്ങോട്ട് മാറി വേറെ ഒന്ന് തുടങ്ങാതിരിക്കാൻ വേണ്ടി. That you don't get enlightened like Buddha and start something new. They lack directions. പോകേണ്ട വഴി അവർക്ക് അറിയത്തില്ല. They don't know the way to go. They lack direction. പർപ്പസ് എന്താണ് ഉദ്ദേശം എന്ന് അവർക്ക് മനസ്സിലാക്കത്തില്ല. They lack purpose. അൺഫോക്കസ്ഡ്, ശ്രദ്ധയില്ലാത്ത മനുഷ്യർ അങ്ങനെയാണ്. That's how the unfocused people ബ്ലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിഞ്ഞു വരച്ചില്ല, അല്ല ഇങ്ങനെ ബ്ലർഡ് ആയിട്ട് കിടക്കുക. Everything is blurry for them. അൺക്ലിയർ, കാഴ്ചയില്ല, കാഴ്ച മങ്ങിപ്പോകുകയാണ്. ആദ്യം ഇറങ്ങിയപ്പോഴൊക്കെ കണ്ടില്ലേ എന്നാ തീഷ്ണത, കണ്ണിനകത്തൊക്കെ നോക്കി അറിയാം തിളക്കം, എന്തോ തിളക്ക. കണ്ണൂടെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞു ഞാനിവിടെ പേടിച്ചു വരുന്നു, അതുപോലത്തെ തിളക്കമായിരുന്നു. ഇച്ചിരി കഴിയുമ്പോഴോ അടഞ്ഞിങ്ങനെ പോവാ. അതൊക്കെ everything is blurry and unclear before you. Initial days your eyes were sparkling, but ശ്രദ്ധ now കേന്ദ്രീകരിക്കാൻ അവർക്ക് പ്രയാസമാണ്. ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒക്കത്തില്ല. difficult to focus. ചർച്ച വന്നിരുന്ന വചനം കേൾക്കത്തില്ല. They don't hear the word of God. ആരാധനയിൽ പങ്കാളിത്തമില്ല. No participation in worship. എന്നിട്ട് എവിടെങ്കിലും ഒരു ചെറിയ കുഴപ്പം കാണുമ്പോൾ ആ കുഴപ്പം കൊണ്ട് ഞാൻ പോയെന്ന് പറയും. Such people have a wrong focus. ഈ ആൾക്കാർ കണ്ടില്ലേ, അവർക്ക് ഈ പറയുന്നത് പോലെ മീറ്റിങ്ങുകൾ, ഇതെന്തോ ചുമ്മാ ദിവസവും മീറ്റിംഗ് ഉണ്ടായിട്ട് പറയുന്ന ആള് രക്ഷപ്പെടുന്നില്ല. പിന്നെ You have a problem. പാസ്റ്റേഴ്സായ നമ്മള് ദിവസവും വചനം കൈകാര്യം ചെയ്തിട്ട് ഒക്കുന്നില്ല അങ്ങോട്ട്. Even as pastors who are handling the word of God day and night are not able to make it. Think പല- about people പല- like us who miss പല meetings. സമയങ്ങളിലും നമുക്ക് സ്ട്രഗിൾ ഉണ്ട്. We have struggles. പക്ഷെ നിൽക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വചനമാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത്. But what makes us stand is the word of ഈ God. കൂട്ടായ്മയെ നമ്മളെ പിടിച്ചു നിർത്തുന്നത്. This is what makes us stand. ഹല്ലേലൂയ. Hallelujah. ഞാൻ ഈ അച്ചായൻ പി ജി മാത്യൂസ് അച്ചായൻ വന്ന് ഇരിക്കുന്നോണ്ട് ചോദിക്കാം, ശുശ്രൂഷ തുടങ്ങിയത് ഏത് പ്രായത്തിലാ?
What age did the Sachin begin the ഏത് പ്രായത്തിലാണ് ministry? ശുശ്രൂഷയിലേക്ക് വന്നത്? 20-ാമത്തെ വയസ്സിൽ. At the age of 20. ഇപ്പൊ 73 വയസ്സ്. 23. ഇതുവരെ 73 years. ശുശ്രൂഷയ്ക്കകത്ത് റിട്ടയർമെന്റ് ഉണ്ടായിട്ടില്ല. No retirement in ministry. ചർച്ചിൽ ചിലപ്പോ പാസ്റ്റർ എന്നുള്ള റിട്ടയർമെന്റ് വന്നു കാണും. ശുശ്രൂഷയ്ക്ക് ആർക്കും റിട്ടയർമെന്റ് തരാൻ ഒക്കത്തില്ല. Nobody can give retirement in ministry. 73 കുറച്ചിട്ട് പറഞ്ഞു എത്ര വർഷമായി? 53 വർഷമായി ശുശ്രൂഷ. ഏതെങ്കിലും ഞായറാഴ്ച ആരാധനയ്ക്ക് ഇന്നൊരു മൂടില്ല, ആരാധനയ്ക്ക് പോകുന്നില്ല പറഞ്ഞിരുന്നു. ഇരിക്കാൻ ഒക്കത്തില്ലെന്ന്. ഞങ്ങളുടെയൊക്കെ വാലെ തീ പിടിച്ചതുപോലെ നിനക്ക് ഞായറാഴ്ച ഒരു പ്രശ്നമല്ല. എന്നാൽ ദൈവികമായ കാഴ്ചപ്പാടിൽ അവൻ പർപ്പസിനകത്തു നിൽക്കുന്നവന്റെ ചോട്ടി തീ പിടിച്ചതുപോലാണ്. അവനൊരു ആരാധന മുടക്കാൻ അവന് പറ്റത്തില്ല. You can attend, you cannot attend, that's your choice. But for us, it's like we've caught fire on our tail. We cannot miss a worship, we cannot miss a Sunday. കുഴപ്പം കണ്ടിട്ട് പോകാനായിരുന്നു ഞങ്ങളൊക്കെ എന്നെ ഇട്ടു പോയന്. If we have to run away because of problems, we would have run away long back. ചെറിയ കുഴപ്പം കണ്ടപ്പോൾ നീ ഇട്ടിട്ട് പോവുകയാണ്. കുഴപ്പത്തിന്റെ മേൽ കുഴപ്പമാ ദിവസവും. You are seeing a small problem, you are abstaining from worship. But we have problems after problems. എനിക്ക് പിതൃതുല്യനായ ഒരു വ്യക്തിത്വമാണ് ഈ ഇരിക്കുന്നത്. ഞാൻ 20 വർഷമേ ആയിട്ടുള്ളൂ. 53 വർഷമായി ശുശ്രൂഷിക്കുമ്പോൾ വാസ്തവത്തിൽ ഓർക്കേണ്ടവ, ഞാൻ കർത്താവിനോട് പറയും, കർത്താവ് ഇനിയുള്ള കാലം ശുശ്രൂഷ തരുമ്പോൾ ആരോട് മനസ്സിനകത്ത് ഇടുക്കമുണ്ടാകാതെ പിണക്കം വരാതെ അവൻ എല്ലാവരും ചേർത്ത് പിടിക്കാനുള്ള കൃപ തരണമേ. And even as I have just 20 years of experience in the ministry, I pray, Father, help me continue my ministry without having offense or a narrow mind in my heart against anyone. അങ്ങനെ വരണമെങ്കിൽ ഈ സെൽഫ് എന്ന് പറയുന്ന സാധനം, സ്വയം എന്ന് പറയുന്ന സാധനം പൊളിച്ച് താഴെ കളയണം. Myself has to break. നമ്മുടെ സ്വയമാണ് നമ്മളെ പലപ്പോഴും ഞാൻ എന്ന് പറഞ്ഞ സാധനം എഴുന്നേറ്റ് വരുന്നത്. എന്നോടങ്ങനെ പറഞ്ഞു, ഇനി ഞാൻ തൊട്ട് ഞാൻ വരുന്നില്ല. പോയി ആർക്ക് പോയി? Yourself stands in the way and then you retire. അതാ പറയുന്നത്, you are now in a failure way. ഒരു ഫെയിൽഡ് ആയിട്ടുള്ള വഴിയിൽ അല്ലെങ്കിൽ തോൽവിയുടെ വഴിയിലാണ് അങ്ങനെയുള്ളവരുടെ യാത്ര. Those who have their self risen are in a failure way. ഏതാണ് റൈറ്റ് ഫോക്കസ്? യഥാർത്ഥമായ ശ്രദ്ധ എവിടെയാണ്? അതാ ലൂക്കോസ് 9:51 നമ്മൾ വായിച്ചത്. Where is your right focus? That is what is അവിടെ യെരുശലേമിലേക്ക് പോകണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. അവന്റെ മനസ്സ് അതിനെ ഉറപ്പിച്ചു. They decided to go to Jerusalem and his heart was established. അപ്പോൾ കർത്താവ് എന്താ ചെയ്തത്? അങ്ങനെ ഉറപ്പിക്കുന്നവന് മാത്രമേ, then only you have the authority to release angels. ദൂതന്മാരെ റിലീസ് ചെയ്യാനുള്ള അധികാരം നിന്റെ ദൃഷ്ടി ഉറച്ചെങ്കിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. If your focus is fixed, then you have authority to release angels. ദൂതന്മാര് നമ്മുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരാ. ഇപ്പം Angels are according to our command. 1 കൊരിന്ത്യർ 6:3 എഴുതിയിരിക്കുന്നത് നമ്മൾ ദൂതന്മാരെ വിധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പറയുകയാണ്, ഞാൻ രാവിലെ സഭാരാധനയ്ക്ക് പോവുകയാണ്, ഇടത്തും വലത്തും മുമ്പിലും പിറകിലും എല്ലാം ദൂതന്മാർ വന്ന് അകമ്പടി സേവിച്ച് എന്നെ കൊണ്ടുപോകണം, ആപത്ത് അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ച് അവൻ ആരാധിച്ച് മടങ്ങി വീട്ടിൽ വരുന്നിടം വരെ ദൂതന്മാരുടെ കാവലുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ദൂതൻ ഇട്ടേച്ച് പോകാൻ ഒക്കത്തില്ല. നീ അധികാരി, നീ ദൈവത്തിന്റെ മോനാ. If you command the angels to watch over you left and right as you travel, he cannot but obey you. ദൈവത്തിന്റെ മോൻ പറഞ്ഞാൽ ദൂതന്മാര്, they are the ministering spirits. സേവനത്തിന്റെ ആത്മാക്കള്. അവർ ചെയ്യാതിരിക്കാൻ ഒക്കത്തില്ല അവർക്ക്. When the Son of God commands, they have to obey because they are ministering angels. എനിക്കറിയത്തില്ല നിങ്ങളിൽ എത്ര പേര് രാവിലെ എഴുന്നേറ്റ് ദൂതന്മാരെ അസൈൻമെന്റ്സ് കൊടുക്കുന്ന എത്ര പേരുണ്ട്? How many of you give assignments to angels? ദൂതന്മാർക്ക് നിങ്ങൾ കൽപ്പനകൾ കൊടുക്കണം. ദൂതന്മാർ അത് കേട്ടേ ഒക്കത്തുള്ളൂ. Angels have to listen to കാര്യം this. ദൂതന്മാർ നോക്കുമ്പോ ഇപ്പൊ കീഴോട്ടല്ല, ദൂതന്മാർ മുകളിലോട്ട്. നമുക്ക് വേണ്ടുന്ന മാന്യത തരാൻ അവർക്കറിയാം. They know how to give us the required honor. യെരുശലേമിലേക്ക് തന്നെ യേശു കർത്താവിന്റെ മനസ്സ് ഉറപ്പിച്ചു. So he fixed his heart on There he Jerusalem. released angels. അവന് ദൂതന്മാരെ അതിനു മുമ്പായിട്ട് അയച്ചു. And then he released angels before them. എബ്രായർ 12:1-2 വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നില്ലേ? അവിടുത്തെ നോക്കിയേ, എങ്ങനെ വാക്യം തുടങ്ങുന്നത്? ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും ഇരിക്കുന്നത് കൊണ്ട് സകല ഭാരവും പാവം മുറുകപ്പെട്ടത് പാവം വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാനാ പറഞ്ഞത്. സ്ഥിരതയോടെ ഓടുന്നതാണ് ഫോക്കസ് ഉള്ള ഒരുത്തന്റെ ആമേൻ ഹല്ലേലൂയ മുമ്പിലുള്ള കാര്യം. Hebrews 12:1 says, since we have received so great a cloud of witness, let's lay aside every weight and sin. എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഉള്ളവന് കർത്താവിൽ മാത്രമേ ആശ്രയമുള്ളൂ. Those who have focus always trust in the Lord. സദൃശവാക്യം 4:25 നേരെ നോക്കുക,
Look straight. ചർച്ചിൽ വന്നാലും ഏറ്റവും മുമ്പിൽ വന്നിരിക്കാൻ ആഗ്രഹിക്കണം. പുറകിൽ ഒരു നന്മയില്ലെന്ന് ഞാൻ പറയുന്നത്. Those who come to church must ഒറ്റ കാര്യമുള്ളൂ, പുറകിലിരുന്ന ഒറ്റ കാര്യമുള്ളൂ, മൂത്രം ഒഴിക്കാൻ വേഗത്തിൽ ഇറങ്ങിപ്പോവാ. അല്ല വേറെ ഒരു ഗുണവുമില്ല. ഉണ്ടോ? When you come to church, ആശീർവാദം കഴിയുമ്പോൾ ആദ്യമേ കഥ തുറന്ന് വെളിയിൽ ഇറങ്ങാന്നുള്ള അല്ലാണ്ട് വല്ല ഗുണം പുറകെ ഇരിക്കുന്നവർക്ക് ഏതാണ്ട് വല്ലതും കിട്ടുമോ? ഒന്നും കിട്ടത്തില്ല. what is the benefit of sitting എന്നാ behind? മുമ്പോട്ട് നീ ഒന്ന് കയറിയിരുന്ന് Come ahead. സകല ശുശ്രൂഷകളുടെയും ആമേൻ ആദ്യ പകർച്ച നിന്റെ മേൽ സംഭവിക്കും. The impartation of the ministry will be upon you. ആമേൻ. ഹല്ലേലൂയ. ക്രിസ്തുവിലെ ഫോക്കസ് മറക്കരുത്, മാറിപ്പോകരുത്. Let not your focus on Christ change. നേരെ തന്നെ നോക്ക്. പറഞ്ഞേ, നേരെ തന്നെ നോക്ക്. യേശു കർത്താവാണ് എന്റെ ഫോക്കസ്. Jesus is my focus, so look straight. നിങ്ങൾ നോക്കിയ ക്രിക്കറ്റർ സഞ്ജു ഇല്ലേ, ഇപ്പൊ നമ്മുടെ കേരളത്തെ റിപ്രസെന്റ് ചെയ്യുന്ന മോനെ എന്തോ പേര്, പാസ്റ്റർ രഞ്ജൻ? സഞ്ജു സാംസൺ അല്ലേ? അയാളെ ക്രിക്കറ്റർ എന്നാ വിളി. ക്രിക്കറ്റ് കളിക്കാൻ പോയി, ഇപ്പൊ കളിച്ചില്ലായിരുന്നു, പോയി. അപ്പൊ അയാൾ ക്രിക്കറ്റിന്റെ പ്രാക്ടീസ് എപ്പോഴും ചെയ്യുന്നത്, ക്രിക്കറ്റ് കളിയുടെ പ്രാക്ടീസ്. We know the Malayali cricketer Sanju Samson who practices cricket. അല്ല പുള്ളി അന്നേരം ക്രിക്കറ്റ്, നാളെ ക്രിക്കറ്റ് കളി ഉണ്ടെന്ന് പറഞ്ഞു ഇന്ന് വോളിബോൾ പോയി കളിച്ചോണ്ടിരിക്കൂ. If he has a cricket match, ബാസ്കറ്റ്ബോൾ കളിക്കാൻ പോകും. volleyball. നമ്മുടെ രഞ്ജൻ മാസ്റ്റർ നവംബർ 5 മൊട്ട മാരത്തൺ റണ്ണറാ, ആള് മാരത്തൺ റണ്ണറാ. പറഞ്ഞോളൂ. Ranjan Pastor is a marathon runner. മാരത്തൺ റണ്ണറാന്ന് പറഞ്ഞുകൊണ്ട് കുച്ചിപ്പുടി ഡാൻസിൽ പോയി ചേർന്നാൻ കയറ്റിയിരിക്കും. അത് വീട്ടിലുണ്ട്, വേറെ കാര്യം. If he joins dance class, how would it be? അപ്പൊ ഇപ്പൊ തന്നെ ഭാര്യയായിരിക്കുന്ന ജീനാമ്മ തന്നെ ചെയ്യുന്നതിനാ ചോദിച്ചു കഴിഞ്ഞാൽ, അച്ഛന് ഓടിയിട്ട് വരണം, ഞാൻ വഴക്കുണ്ടാക്കുന്ന സ്വഭാവം എനിക്കുണ്ട്, എന്നാലും ഞാൻ വഴക്കുണ്ടാക്കത്തില്ല. How to translate that? It's a problem. നിങ്ങൾ മനസ്സിലായോ? ഇപ്പൊ എന്താ നമ്മൾ കൊടുക്കും? കോൺസെൻട്രേഷൻ, ആ ശ്രദ്ധ മാറ് അല്ലേ? ഇപ്പൊ ചർച്ച ഞാനൊന്നും വിട്ടത്തില്ല. ഇപ്പം എന്തെങ്കിലും വേണ്ടി ഓടി തോറ്റുപോയ എന്റെ പെണ്ടയ്ക്ക് കിടക്കും. ഞാനൊന്നും പറയത്തില്ല. റോണിച്ച ഞാൻ അങ്ങോട്ട് പോകാം, ഓക്കെ മോനെ. റോണിച്ച ഞാൻ ഇങ്ങോട്ട് വരാം, ഓക്കെ മോനെ. കാര്യം ഞാനും കാണാൻ പറഞ്ഞിട്ട് ഇനി തോറ്റുപോയ എന്തോ ചെയ്യും? അന്ന് ഞാൻ എന്റെ മണ്ടയ്ക്ക് വഴി വരാതിരിക്കാൻ വേണ്ടി ഞാൻ എല്ലാത്തിനും ഒരു തംസപ്പം കൊടുക്കും. ആ ഹാർട്ട് അത് ഫുൾ ഓഫ് ലവ്. നിങ്ങൾ മനസ്സിലായോ? ശ്രദ്ധ ഫോക്കസ്ഡ് ആയിരിക്കുന്നവന്റെ ഫോക്കസ് മാറ്റുന്ന ഒന്നും നമ്മൾ ചെയ്യുകയും ചെയ്യരുത്. We shouldn't do anything when somebody is focused. ഞാൻ കോളേജിലൊക്കെ പഠിച്ചായിരുന്നേ. എനിക്ക് കോളേജിൽ പഠിക്കാൻ അവസരം കിട്ടില്ലേ, പല ലാംഗ്വേജ്. അപ്പൊ എന്തൊക്കെയാ പ്രൊഫസർ ഓഫ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം എന്ന് പറഞ്ഞുണ്ടോ? Is there a professor of English and Malayalam? പ്രൊഫസർ ഓഫ് ഇംഗ്ലീഷ് എന്നുണ്ട്, പ്രൊഫസർ ഓഫ് മലയാളം എന്നുണ്ട്. Professor of പ്രൊഫസർ ഓഫ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം എന്നുണ്ടോ? There is no professor. കാര്യം അയാൾ ഇതിനകത്ത് ഈ ഇംഗ്ലീഷ് ഭാഷയ്ക്കകത്ത് അയാൾ അത്രയും അഗ്രഗണ്യനായി തീർന്നത് ഭാഷ മാത്രം ശ്രദ്ധിച്ചോണ്ട്. He became a professor in English because he focused on the English language. പല കാര്യത്തിനകത്ത് ശ്രദ്ധിച്ചാൽ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകും. If you are focused on many things, you become distracted. നമ്മൾ ഒരു കാലത്തും വിചാരിക്കുന്നിടത്ത് എത്തിച്ചേരത്തില്ല. You will never reach your destiny. ഫോക്കസ് മാറിപ്പോയി. അതുകൊണ്ട് പറഞ്ഞ കർത്താവിൽ തന്നെ ശ്രദ്ധിക്കുന്നവൻ കർത്താവിൽ വളരും. Those who look to Jesus will grow in God. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, കർത്താവിൽ ശ്രദ്ധിക്കുന്നവൻ കർത്താവിന്റെ നന്മകളും അനുകൂലങ്ങളെല്ലാം ഇറങ്ങി വരത്തില്ലേ? Those who look to Jesus, all his goodness will come to you. Praise the Lord. കർത്താവിനെ ശ്രദ്ധയോടെ ഫോക്കസ് ആയി നടക്കുന്നവൻ, അവന്റെ സ്വർഗം അവന് വേണ്ടി അനുകൂലമായിട്ട് നിന്ന് പ്രവർത്തിക്കും. Heaven will be in favor when you focus on നിങ്ങൾ Jesus. കാട്ടിൽ ശ്രദ്ധിച്ചാൽ അറിയാം, കാട്ടിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇപ്പൊ ഒരു മാനിനെ പിടിക്കാൻ വേണ്ടി ഒരു പുലി ഇങ്ങോട്ട് വരുവാൻ വിചാരിച്ചോ? Suppose a leopard is coming to catch a deer. പുലികളുടെ സിംഹത്തിന്റെ സൈക്കോളജി എന്താണെന്ന് വെച്ചാൽ അല്പം വീക്ക് അതിന്റെ പുറകെ അത് ഓടത്തുള്ളൂ. കാര്യം മാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓട്ടക്കാരനല്ലേ, Deer is very fast. ഭയങ്കര ഫാസ്റ്റ്. കാര്യം ഇവർക്ക് ഓടി ചേസ് ചെയ്യാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഇച്ചിരി മുറിവൊക്കെ ഉള്ളവരെ അവരൊന്നിങ്ങനെ നോക്കി നിർത്തും. So they look for a deer which is injured or is ഈ weak. പുലി അല്ലെങ്കിൽ ഈ സിംഹം അതിനെ ഫോക്കസ് ചെയ്തു, കണ്ടു, മനസ്സിലായി, അതിനെ ചേസ് ചെയ്യാൻ തുടങ്ങുന്ന പറഞ്ഞ് ഇപ്പുറത്തൊരു അണ്ണാൻകുഞ്ഞ് അല്ലെ ഒരു കൊരങ്ങൻ ഓടുകയാണെങ്കിൽ അതിന്റെ പുറകെ പോയാൽ അങ്ങനെ ഇരിക്കും. Imagine a lion found an appropriate മാനിനെ prey ചേസ് ചെയ്ത് and പോയിക്കൊണ്ടിരിക്കുന്നു. chasing the deer. ഇപ്പുറത്തൊരു found a മുയലിനെ squirrel കണ്ടപ്പോ and അതിന്റെ runs പുറകെ behind പോയാൽ it. എന്തോ സംഭവിക്കും മോനെ ആകാശ്. What will വൈകിട്ട് happen? പട്ടിണി കിടക്കും. Evening he'll be hungry. ഓരോന്ന് വരുന്നതിന്റെ അനുസരിച്ച് നീ ഇതിന്റെ എല്ലാം പുറകെ ഓടിക്കഴിഞ്ഞാൽ നിനക്ക് ഒന്നും കിട്ടത്തില്ല. You run behind all trivial things, you get ക്രിസ്തുവിലാണ് nothing. നിന്റെ ഫോക്കസ് എങ്കിൽ
ക്രിസ്തുവിനുള്ള സകല ആമേൻ അധികാരങ്ങളും നന്മകളും അനുഗ്രഹങ്ങളും ആമേൻ ഇറങ്ങി വരിക തന്നെ ചെയ്യും. If your focus is on Jesus, all goodness and blessings will come upon you. ശ്രദ്ധ മാറിപ്പോയാൽ ഒന്നുമാകത്തില്ല. If your focus changes, you become For that nothing. some people, ഞാൻ എന്റെ അത്രയും വർഷം വെറുതെ ചർച്ചിൽ പോയിരുന്നു കളഞ്ഞെന്നാ പറഞ്ഞു. ചർച്ചിന്റെ പ്രശ്നമല്ല, നീ പറയുന്നൊന്നും നിനക്ക് മനസ്സിലായില്ല, നീ ശ്രദ്ധിച്ചില്ല കുഞ്ഞെ. Then you say, I wasted my time in church. That's not the problem in church. You did ചർച്ച് not ഓഫ് ഗോഡ് focus. ആയിക്കോട്ടെ, ഇന്ത്യൻ പെന്തക്കോസ് ആയിക്കോട്ടെ, ഷാരോൺ ആയിക്കോട്ടെ, ഇതൊക്കെ മെയിൻ ആയിട്ടുള്ള ചർച്ചുകൾ പറയുന്നത്. ഇനി ഏതെങ്കിലും ന്യൂജൻസ് ആരെങ്കിലും പിശാചിനെ പ്രസംഗിക്കുന്നവരുണ്ടോ ഇതിനകത്ത്? Is there any church that preaches about the devil? പിശാചിനെ ഞങ്ങൾ കാണിച്ചു തരാം ആരെങ്കിലും ഞായറാഴ്ച രാവിലെ ഇതുകൊണ്ട് പുൾപിറ്റ് എന്ന് പറയുമോ? എല്ലാവരും യേശുവിനെ പ്രസംഗിക്കുന്നു. Everybody preaches about Christ. ഇനിയിപ്പോ ഞാൻ പറയും കത്തോലിക്കനാണെങ്കിലും യാക്കോബക്കാരനാണെങ്കിലും മർത്തോമക്കാരനാണെങ്കിലും CSI കാരനാണെങ്കിലും പുൾപിറ്റ് കയറി ആരും പിശാചാണ് വലുതെന്ന് ആരെങ്കിലും പറയുമോ? Even traditional church preach about Christ, not the devil. എല്ലാവരും യേശുവിനെ കുറിച്ച് പറയുന്ന പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയെ കുറിച്ച് പറയുമ്പോൾ നീ അതിനകത്തിരുന്ന് ഉറങ്ങിപ്പോയി. Every church talks about the love of the Father, fellowship of the Holy Spirit and the grace of Jesus, but you are sleeping in that church. ഇന്ന് ഞാൻ ആ കണ്ണ് തുറക്കുകയാണ്, നീ ഉറങ്ങിപ്പോയ കണ്ണിനെ തുറക്കാണ്. ഇതിനകത്ത് നീ കയറി വന്ന് നിന്റെ കണ്ണ് തുറന്ന് ശുഷ്കാന്തിയോടെ ഇരുന്ന് എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഞാൻ സ്ഥിരതയോടെ ഓടും. I want to open your eyes this morning. Be zealous today and run the race which is set before you. ഞാൻ ചോദിക്കട്ടെ, ഇറങ്ങി തിരിച്ച എന്തിനു വേണ്ടിയാ? Why did you come out? ചിലര് പറയും എന്റെ ഭയങ്കര കടമായിരുന്നു, കടം മാറാൻ വേണ്ടി ഇറങ്ങി തിരിച്ച. അതുകൊണ്ട് കടം മാറുമ്പോ അല്ലെങ്കിൽ കടം മാറുന്ന ഒരു സംഭവം കാണുമ്പോൾ ഇട്ടു പോകുന്നു. Some people say I came out so that I would clear my debt. That's why when the debt is cleared, you're gone. രോഗമായിരുന്നു, രോഗം വന്നപ്പോ ഞാൻ കർത്താവിനെ അറിഞ്ഞു. അപ്പൊ രോഗത്തിന് സൗഖ്യം വരുമ്പോ അല്ലെങ്കിൽ ഇനി രോഗം മാറത്തില്ലെന്ന് കേൾക്കുമ്പോഴോ ഇട്ടു പോകും. Some people came to the church for healing and after healing they left. സ്ഥിരമായി എന്റെ ശുശ്രൂഷയ്ക്കകത്തിരിക്കുന്ന ഒരൊറ്റ ഒരാളും സ്ഥിരമായി ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ രോഗത്തെ ഉയർത്തി പറയത്തില്ല. Those who are in my ministry who are constantly hearing will never lift ഇവിടെ up ഇരിക്കുമ്പോൾ തന്നെ പവർ വിഷൻ അരമണിക്കൂർ വിട്ടുവിട്ട് കാണുന്നവൻ രോഗത്തെ കുറിച്ച് പറയും. You sit here and watching Power Vision every half an hour, you will talk about sickness. See, pastors have different of views. എല്ലാ പാസ്റ്റർമാർക്കും പലതരത്തിലുള്ള വ്യൂകളുണ്ട്. അവരുടെ എല്ലാം വ്യത്യസ്തമായ കാഴ്ചപ്പാടാ. Every pastor has a different view. So ഞാൻ എപ്പോഴും പറയും I am not a pastor. I always say I'm not a pastor. ഇത് പറയാൻ എനിക്ക് ധൈര്യം ഉള്ളതുകൊണ്ട് ചങ്കൂറ്റം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞ I am a father. With confidence I can say I am a father. എനിക്ക് പാസ്റ്ററൽ ഹാർട്ട് അല്ല തന്നിരിക്കുന്നത്, ഫാദർ ഹാർട്ട് തന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങൾ ആരും നശിച്ചു പോകലെന്ന് എന്റെ ആഗ്രഹം. I have a father heart and I don't want my children ഞാൻ to be 3 വർഷം കഴിഞ്ഞ് ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോകുന്ന ആളല്ലെന്ന്. ഞാൻ ഇവിടെ എന്നെ കർത്താവ് ഇവിടെ നിർത്തിയതാണ്. എനിക്ക് അപ്പന്റെ ഹൃദയം തന്ന് എന്റെ അടുക്കൽ വരുന്നവൻ നന്നായി തീരണമെന്ന് ഉയർച്ച പ്രാപിക്കണം എന്റെ ആഗ്രഹം. It is my desire that those who come here might prosper. I don't get transferred every 3 years. ഞാൻ കേന്ദ്ര കമ്മിറ്റിയിലും പോയി എനിക്ക് റിപ്പോർട്ട് ചെയ്യണ്ട, എനിക്ക് കർത്താവിന്റെ അടുക്ക റിപ്പോർട്ട് ചെയ്താൽ മതി. എനിക്ക് അതുകൊണ്ട് ട്രാൻസ്ഫർ ഒന്നും ആരും തരത്തില്ല. I don't have another committee to report to or a place to അതുകൊണ്ട് ഞാൻ പറയും എന്റെ മക്കളെ വളർത്തുന്ന പോലെയാണ് എന്റെ മുമ്പിൽ വരുന്നവരെ ഞാൻ കാണുന്നത്. നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കണം. So therefore I raise up people before me as I raise up my children. Hallelujah. To prosper. ആ ഹൃദയം തന്നതുകൊണ്ടാണ് നീ എന്തോ കുഴപ്പം ചെയ്താലും നിന്നെ ഞാനൊന്നും പറയാത്തത്. Because I have that heart, I don't say anything whatever mistake അതിന്റെ അർത്ഥം നീ കുഴപ്പം ചെയ്ത് ജീവിക്കുക എന്നുള്ള ആമേൻ ഹല്ലേലൂയ, ആ സ്നേഹത്തിൽ കൂടി നീ തിരുത്തപ്പെടാൻ ആഗ്രഹിക്കണം. You should decide to be corrected in love. ഹല്ലേലൂയ. എന്തിനാണ് നീ, ആർക്ക് വേണ്ടിയാണ് നീ ഇറങ്ങി വന്നത്? For whom did you come out? ആമേൻ. ക്രിസ്തീയ ജീവിതം ജയകരമാകണമെങ്കിൽ ഉറച്ചു നിൽക്കണം. You want your life to be victorious, be firm. വിളിച്ച ദൈവം എവിടെ ആക്കിയോ അവിടെ ഉറച്ചു നിൽക്കണം. Stand firm wherever God has called you. ശ്രദ്ധ ഉറപ്പിച്ചു നിർത്തണം. Be firm and be focused. ഞാൻ പറയാൻ then you shall be victorious. നീ ജയിക്കുക തന്നെ ചെയ്യും. And you shall be victorious. ഹല്ലേലൂയ. ഏത് മെസ്സേജ് കൊടുക്കാനാ നിന്നെ വിളിച്ചത്? What message are you supposed to preach? ആദ്യം തന്നെ ഉറച്ചു നിൽക്കണം. Be firm on that. കൊല്ലുന്ന മെസ്സേജ് അല്ല, ന്യായപ്രമാണത്തിന്റെ മെസ്സേജ് അല്ല. ഇവിടെ നിന്നെ സ്വതന്ത്രമാക്കിയ കുരിശിലെ ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിനെ കുറിച്ചുള്ള സന്ദേശം കൊടുക്കാനാണ് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ആക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി ഉയർത്തെഴുന്നേറ്റവനെ ഉയർത്തുക. You are not called to preach about the law, but to preach about the one who is resurrected. Amen. Don't have multiplicity of focus. പലതരത്തിലുള്ള കാഴ്ചപ്പാടിൽ നടക്കരുത്. Don't have multiplicity of focus. മാറ്റുന്ന എല്ലാ എതിർ ശക്തികളും തകരണമെങ്കിൽ നീ ഉറച്ചു നിൽക്കണം. You have to stand firm to destroy നിന്റെ മനസ്സിനെ ഇളക്കുന്ന എല്ലാ ശക്തികളും തോറ്റു പോകണമെങ്കിൽ നീ ഉറച്ചു നിൽക്കണം.
If you want all the powers that stand against you to be broken, you What have are to you stand focusing firm. on? നീ എന്തിലാണ് ആമേൻ നിന്റെ ദൃഷ്ടി വെച്ചിരിക്കുന്നത്? What are you focused on? ഒന്നാമത്തെ കാര്യം, ഹല്ലേലൂയ, ക്രിസ്തുവിൽ ലക്ഷ്യമുള്ളവരായിരിക്കുക. Be focused on Christ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. Philippians 3, ഫിലിപ്പിയർ 3:13 തൊട്ട് 13 onwards. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. മതി, അത്രയും വായിച്ചാലും ബാക്കി നിങ്ങൾ വായിച്ചാലും മതി. ഇവിടെ ഒന്നാമത്തെ കാര്യം, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ള ആ പരമവിളിയുടെ ലാക്കിലേക്ക് ആഞ്ഞും കൊണ്ടോടുകയാണ്. There are two things. You have to forget those things that are behind, reaching out to എവിടോട്ട് those ഓടുന്ന? things which are ലാക്കിലേക്ക്. before. എനിക്ക് മനസ്സിലായി എന്നെ എന്നതിനു വേണ്ടിയാ വിളിച്ചത്, ഞാൻ എവിടെ ചെല്ലണമെന്നാണ് ആ വിളിയുടെ പരമവിളിയുടെ ഉദ്ദേശം മനസ്സിലായെങ്കിൽ നീ നിൽക്കരുത്, അവിടെ നീ വിശ്രമിക്കരുത്, നിന്റെ ഓട്ടം തുടർമാനമായി ഓടുക. If you know for what you have called for, you shouldn't stay back or rest, but run towards that high calling. ഈ മാത്സിന് ട്യൂഷന് ഇപ്പം എടുക്കാൻ പോകുമല്ലോ ആൾക്കാര്, ട്യൂഷന് പിള്ളേരെയൊക്കെ വിടുന്നില്ലേ മാത്സിന്? You send your children for maths tuitions. എന്തിനാ ട്യൂഷൻ വിടുന്നത്? Why? എന്തിനാ പിള്ളേരെ മാത്സിന് ട്യൂഷൻ വിടുന്നത്? എന്തിനു വേണ്ടിയാ? Why do you send them for maths ക്ലാസ്സിന് അവനെ tuitions? പഠിപ്പിച്ച് അവന് മനസ്സിലാകുന്നില്ല, He നമുക്ക് doesn't മനസ്സിലാകുന്നില്ല. understand in the class. അപ്പൊ അവന് എന്തു ചെയ്യും? ട്യൂഷൻ സാറിന്റെ അടുക്കലോട്ട് വിടും. He is sent to the tuition sir. എന്തിനാ Why? ട്യൂഷൻ സാറിന്റെ അടുക്ക വിടുന്നത്? ക്ലാസ്സിൽ മനസ്സിലാക്കാത്തത് മനസ്സിലാക്കാനല്ലേ. To understand what ഇവൻ he ട്യൂഷൻ didn't ക്ലാസ്സിന് പോയില്ല understand. എങ്ങനെ ഇരിക്കും? If he doesn't go for tuition class, എന്നിട്ട് എല്ലാവർക്കും 100 out of 100, നിനക്ക് 30 out of 100 അത് എങ്ങനെ ഇരിക്കും? everybody gets 100% and you get 30 out of അപ്പൊ അവിടെ 100. അവരെല്ലാം വിളിച്ച വിളിയുടെ ആ പരമലാക്കിലേക്ക് ഓടുന്നവർ, അതല്ലേ 100-ൽ 100 കിട്ടുന്നത്. They are all running towards a high നീ calling. അതിന്റെ ഇടയ്ക്ക് അശ്രദ്ധമായിരുന്നു, ക്ലാസ്സിലും ശ്രദ്ധിക്കത്തില്ല, ട്യൂഷന് വിട്ടിട്ട് ട്യൂഷനും നീ ശ്രദ്ധിക്കത്തില്ല, മാർക്ക് കിട്ടുമോ? You are not concentrating in tuitions, will you get marks? പക്ഷെ ഞാനൊരു കാര്യം പറയാം, എന്റെ മോൻ 10ാം ക്ലാസ്സിൽ മലയാളം എന്ന് പറയുന്നത് അവന് ഇതുപോലൊരു വിരോധമുള്ള വേറെ ലാംഗ്വേജ് ഇല്ല. ഏത് മോൻ വലിയവന്? For my son, Malayalam was a tough കാര്യം subject. എന്താണെന്നറിയത്തില്ല, അവന് മലയാളം എഴുതാനും വായിക്കാനും ഒക്കെ വലിയ പ്രയാസമാണ്. He found it very difficult to read and write Malayalam. അപ്പൊ അവനങ്ങ് എന്ന് പറഞ്ഞ 100-ൽ എല്ലാ പരീക്ഷയ്ക്കകത്തും 100-ൽ ഒരു 30 മാർക്ക് അവൻ വാങ്ങിച്ചിട്ടില്ല. Every time he gets 30 on 100. 10ാം ക്ലാസ് ആയി കഴിഞ്ഞോണ്ട് ഞങ്ങൾക്കും വെപ്രാളമായി കാര്യം, മലയാളത്തിൽ ജയിച്ചില്ലെങ്കിൽ ഇത് പാസ്സാകണ്ടായോ? പാസ് മാർക്കെങ്കിലും കിട്ടണ്ടായോ? We got stressed while he was in 10th because he has പരീക്ഷ കഴിഞ്ഞപ്പോ ആള് വന്നേച്ച് പറഞ്ഞു 14 മാർക്കിന്റെ എഴുതാൻ പറ്റിയില്ലെന്ന്. അല്ലെങ്കിൽ എല്ലാം എഴുതിയതുപോലെ. So after the board exam he came and told us I missed 14 marks question. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു, പരീക്ഷയ്ക്ക് പോകുമ്പോൾ പറഞ്ഞു, മോനെ നിനക്ക് അറിയത്തില്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്ത് 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ച് എഴുതി വെക്കുക. ഇവിടുന്ന് അങ്ങോട്ട് എഴുതാല്ലേ അവിടുന്ന് ഇങ്ങോട്ട് എഴുതി, എന്തെങ്കിലും എഴുതി വെച്ച മാർക്ക് ഇടണമെങ്കിൽ എന്തെങ്കിലും കാണണ്ടേ അവിടെ. So before the exam I had advised him, if you don't know the answer, at least take the question paper and write 2-3 times. നോക്കി വെച്ച് ഇങ്ങനെയുള്ള ആ ചോദ്യം ഇങ്ങനെ അങ്ങോട്ട് എഴുതി വെക്കുക ഒരു പ്രാവശ്യം, പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് എഴുതി വെക്കുക. ആറ് നോക്കുന്നവനെ എവിടെയെങ്കിലും മാർക്ക് ഇടണ്ടായോ? Somewhere you have to get marks, so at least write the question 2-3 times. അങ്ങനെ അവൻ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം എടുത്ത് തിരിച്ച് എഴുതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് 14 മാർക്കിന്റെ എഴുതാനും പറ്റിയില്ല. So he was writing the question paper up and down, he missed the 14 questions. അപ്പോൾ ഞങ്ങൾക്കറിയാം ഇത് ഭയങ്കര പ്രശ്നകാര്യം. കർത്താവേ നീ അത്ഭുതം ചെയ്യാതെ നടക്കത്തില്ലെന്ന് നമുക്കറിയാം. We know that God has to do a miracle. ആമേൻ, ഹല്ലേലൂയ. പരീക്ഷ വന്നു കഴിഞ്ഞോടനെ ഇവൻ റിസൾട്ട് അങ്ങോട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞോടനെ നിലത്തും താഴെയൊന്നുമല്ല അവന്. After the result was published, he was on the floor. 100 മാർക്കിൽ 30 മാർക്ക് കിട്ടാത്തവൻ 86 മാർക്ക് എഴുതിയപ്പോൾ 76 മാർക്ക് കിട്ടി. One who never got even 30. അപ്പോ ഒരു കാര്യം അവൻ പറഞ്ഞു, ഇത് പരിശുദ്ധാത്മാവല്ലാതെ വേറെ ആരുമല്ല. He got 70 on 100 and he said this is nothing but the Holy Spirit. അതാണ് അവനുണ്ടായ ട്വിസ്റ്റ്, അവന്റെ സ്പിരിച്വൽ ലൈഫിലുണ്ടായ ട്വിസ്റ്റ് അതായിരുന്നു. അവനൊന്നും ചെയ്യാതെ, ഡാനിക്കറിയാം അവൻ എന്താ പേപ്പർ കീറിയിട്ട് കഥ കാണിച്ചെന്നറിയാവോ? കാര്യം അവരൊന്നും ചെയ്യാതെ ദൈവം അവനെ സഹായിച്ചു. അവൻ പറഞ്ഞു ഇത് പരിശുദ്ധാത്മാവല്ല വേറെ ഒന്നുമല്ല. It's nothing but the Holy Spirit. ഞാൻ ഇന്ന് പറയട്ടെ, നിന്റെ മിടുക്കും കഴിവൊക്കെ കൊള്ളാം, പക്ഷെ അതിന്റെ അപ്പുറത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരുവൻ നിന്റെ കൂടെ ഉണ്ടെന്ന് നീ മനസ്സിലാക്കിയാൽ നിന്നെ അവൻ ജയാളിയായിട്ട് നിർത്തും. It's okay that you have strength and skills, but beyond that you must understand the Holy Spirit. പിൻപിലുള്ളത് മറന്ന് മുമ്പിലുള്ള നിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ആഞ്ഞും കൊണ്ട് ഓടുക.
forgetting those things that are at the past, reaching forward ആ towards the വിളിയെ things കുറിച്ച് that are പറഞ്ഞത്, ആ വിളിയെ കുറിച്ച് before. പറഞ്ഞത് ക്രിസ്തയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടാനാ പറഞ്ഞത്. In Christ Jesus, reach forward towards the high 1 calling. പത്രോസ് 5-5 അധ്യായത്തിന്റെ 6 വാക്യത്തിൽ എഴുതിയിരിക്കുന്ന തക്ക സമയത്തും നിന്നെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ നീ താണിരിക്കുക. Humble yourself under the mighty hand of God, that he may lift you up in due time. ബൈബിളൊക്കെ എടുത്തു വെച്ച് വായിക്കുന്നുണ്ടെ നിങ്ങളെ കർത്താവേ നിന്റെ ആ വലിയ ഭുജത്തിന്റെ കീഴിൽ ഇരുന്നു കൊണ്ട് എനിക്കൊരു ആഗ്രഹമുണ്ട് കർത്താവേ, ചില അത്ഭുതങ്ങൾ എന്റെ ജീവിതത്തിൽ കാണണം. അസാധ്യമെന്ന് പറഞ്ഞതിനകത്തൊരു സാധ്യത കാണുവാൻ നിന്റെ ബലമുള്ള കൈക്കീഴ് ഞാൻ താണിരിക്കുക. Father, I want to see a possibility in my impossibility. Therefore, I want to humble myself under your mighty arms. Look at me. 120 വർഷം എടുത്തു നോഹ പെട്ടകം പണിയാൻ. It took 120 years for Noah to build an ark. വേറെ ഒന്നും ചെയ്തില്ല അയാള്. He didn't do anything. പെട്ടകം പണിയോടെ പെട്ടകം പണിയാൻ 120 വർഷമായി. No, 120 years he kept building. എന്ന് പറഞ്ഞാൽ ആ ഫോക്കസിൽ നിന്ന് നോഹ മാറിയില്ല. Which means he was focused. ദൈവം വിളിച്ച വിളി, ദൈവത്തിന്റെ വിളിയുടെ ആ പരമവിളിയുടെ ലാക്കിലേക്ക് എത്ര വർഷമാ? Which means he was running towards a high calling of God. അതുകൊണ്ട് എന്താണെന്നറിയാം, അവന്റെ വീടിന്റെ കാര്യം മുഴുവൻ ദൈവം നോക്കി. And God took care of his household. നിങ്ങളൊന്നും ചെയ്യണ്ടെന്നല്ല ഞാൻ പറയാം, പക്ഷെ നീ കർത്താവിന്റെ കൂടെ യാത്ര ചെയ്യുന്ന നിന്റെ ഹൗസ് ഹോൾഡ്, നിന്റെ വീടിന്റെ മുഴുവൻ കാര്യങ്ങളും കർത്താവ് ഏറ്റെടുത്ത് നടത്തും. If you are running for the Lord, God will take care of your household. ആമേൻ. കർത്താവ് പറഞ്ഞതിൽ മാത്രമാണ് നിന്റെ ശ്രദ്ധയെങ്കിൽ നീ ഉയരുക തന്നെ ചെയ്യും. You will certainly rise if you അബ്രഹാമിനെ focus on the നോക്കിക്കേ, Lord. അബ്രഹാം ഫോക്കസ്ഡ് ഓൺ ഗോഡ്സ് പ്രോമിസ്, ദൈവത്തിന്റെ ആമേൻ വാഗ്ദത്തങ്ങളുടെ മേലെ അവന്റെ ദൃഷ്ടി ഉറപ്പിച്ചത്. Abraham was focused on the promise of 12-ാം God. അധ്യായത്തിനകത്ത് അവനൊരു അതിനെക്കുറിച്ച് ഒരു തോട്ട് കൊടുത്തു, ഒരു ആലോചന ദൈവം കൊടുക്കുന്നുണ്ട്. നീ ഒരു അനുഗ്രഹമാണ്, ആമേൻ, ഹല്ലേലൂയ, നിന്നെ വലിയ ജാതിയൊക്കെ ഒരു ചിന്ത അവൻ ഇട്ട് കൊടുത്തു. In the 12th chapter of Genesis, God gave him a hint that you will be a blessing. അന്ന് 15-ാം അധ്യായത്തിനകത്ത് ആമേൻ, ഹല്ലേലൂയ, ആ പർപ്പസ്, ആ വിളിയുടെ ഉദ്ദേശം എന്താണെന്ന് കർത്താവ് അവന് കാണിച്ചു കൊടുത്തു. But in the 15th chapter, God made it clear what was the purpose of his ദൈവ calling. അനുഗ്രഹത്തിന്റെ വഴികളെ കാണിച്ചു തരും. God will show you ways of blessing. അപ്പോഴും മനസ്സിലായോ, ഈ ദമേശക്കാരനായിരിക്കുന്ന എലിയാസറാണോ ഇതിന്റെ എല്ലാം? എന്തിയാ, കുഞ്ഞൊന്നുമില്ലല്ലോ. ആമേൻ, ഹല്ലേലൂയ, നീ എന്റെ വാഗ്ദത്തത്തിൽ നിന്നാൽ അസാധ്യമെന്ന് നാട്ടുകാർ പറയും, ഞാൻ സാധ്യമാക്കുന്നവനാണ്. Even then he asked, will Eliezer of Damascus will be my heir? But then the Lord said, you stand firm in my promise. ജോസഫിനെ I will make ശ്രദ്ധിച്ച്, it possible. ജോസഫിനെ ശ്രദ്ധിച്ച്, ജോസഫ് വാസ് ഫോക്കസ്ഡ് ഓൺ ഹിസ് ഡ്രീം. അവന്റെ സ്വപ്നത്തിന്റെ മേലായിരുന്നു അവന്റെ ശ്രദ്ധ മുഴുവനും. Joseph was focused on his dream. അതുകൊണ്ട് എന്തെല്ലാം ചലഞ്ചസ് വന്നിട്ടും ജോസഫ് ഇളകിയില്ല. And that's why Joseph was unshaken. അതിനെയെല്ലാം അവൻ ഓവർകം ചെയ്തു. He overcame all the He challenges. crossed over. എല്ലാത്തിന്റെ മുകളിൽ കൂടി എന്തെല്ലാം തടസ്സങ്ങൾ. He crossed over all the obstacles. ദാവീദിനെ നിങ്ങൾ ശ്രദ്ധിച്ച്, his focus was on worship. ആരാധനയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുത്തവനാണ്. Look at David, he focused on worship. അതുകൊണ്ട് തന്നെ ആമോസിന്റെ ആമേൻ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ അവന്റെ ദാവീദിന്റെ കൂടാരത്തെ ഞാൻ വീണ്ടും പണിയും. കാര്യം ആരാധിക്കുന്നവൻ വീണുപോയാൽ ദൈവം പറയും പോടാന്ന് പറയത്തില്ല, ദൈവം നിന്നെ ഉയർത്തും. That's why in the book of Amos, God says, I will build the house of അത് David. പുതിയ നിയമത്തിൽ അപ്പോസ്തലപ്രവൃത്തിയിൽ 15-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുക, വീണുപോയ ദാവീദിന്റെ കൂടാരത്തെ ഉയർത്തുമെന്ന് പറഞ്ഞതിന്റെ കാര്യം, നീ ഒരിക്കലും ആരാധിക്കുന്നവനാണ്. നിന്റെ വീട്ടിനകത്തും നിന്റെ തലമുറകളുടെ മേൽ, നിന്റെ കുടുംബത്തിന്റെ സകല കാര്യത്തിന്റെ മേലും ദൈവത്തിന് ദൃഷ്ടി ഉണ്ടായിരിക്കും. If you are a worshipper, God's eyes will be on your household and your generation. ഞാൻ ഇങ്ങനെ പറയട്ടെ, ആരാധനക്കാരന്റെ മുഖം ദൈവം മറക്കത്തില്ല. God will not. നീ ആരാധിക്കുന്നവനാണ്, ദൈവത്തിന്റെ ആമേൻ മുഖാമൻ മനസ്സിൽ നിന്ന് നിന്റെ മുഖം മാഞ്ഞു പോകത്തില്ല. If you are a worshipper, God will not forget your face. നമ്മൾ പറയുന്നത് ആ പാസ്റ്റർ ചിരിച്ചു കാണിച്ചില്ലെന്ന് പറഞ്ഞ് മുഖം വീർപ്പിച്ച് നമ്മൾ പോവുക. പാസ്റ്റർ ചിരിച്ചില്ലെന്ന്. You are upset because pastor didn't If you smile. come for worship, നീ ആരാധനയ്ക്ക് വന്നവനാണെങ്കിൽ ദൈവത്തിന്റെ മുഖപ്രസാദം കാണുക. If you come for worship, you will see the face of the Lord. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് ദർശനങ്ങൾ വേണമെന്നേ, സ്വപ്നങ്ങൾ We need to have വേണം, visions, ആഗ്രഹങ്ങൾ വേണം. desires. ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്തവന്റെ അകത്തൊരു ആഗ്രഹം ഉണ്ടാകണം. Those who focus on Christ should have a Hallelujah. desire. Hallelujah. ആമേൻ, ഹല്ലേലൂയ. ഈ മാധുര്യനാമത്തെ ഉയർത്താനല്ലേ വന്നത്? You came to lift up the sweet name of ചർച്ചിനകത്ത് Jesus. വരുന്ന എന്തോ കാണണ്ടേ? ചർച്ചിനകത്ത് പലതരത്തിലുള്ള കാര്യങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലേ? Church, you have different മനുഷ്യൻ കൂടുന്നിടത്ത് opinions. എല്ലാം അഭിപ്രായ വ്യത്യാസം വരുമെന്ന്. Difference of opinions അടുത്തിരിക്കുന്ന ആളുകൾ പറ, കുഞ്ഞ് അഭിപ്രായ ഞങ്ങൾ പാട്ട് പാടുമ്പോൾ തന്നെ അഭിപ്രായ വ്യത്യാസമാണ്. ഞാൻ പറയും സി പാടാൻ പറഞ്ഞു, അത് വേണ്ടെന്ന് പറയും. അഭിപ്രായ വ്യത്യാസം വരും. കാര്യം അവളിലെ ഗിറ്റാർ പ്ലേ ചെയ്യുന്നത്, അവള് പറയുന്നില്ല ഫ്ലാറ്റിൽ പാടിയാൽ മതി എന്ന് പറയും. പിന്നെ ഞാനത് പിന്നെ എനിക്ക് പണ്ട് തോക്കാൻ ഇഷ്ടമായത് കൊണ്ട്
ഞാനങ്ങ് തോറ്റു കൊടുത്തു. എ ഫ്ലാറ്റ് എങ്കിൽ എ ഫ്ലാറ്റ്. എവിടെ അഭിപ്രായ വ്യത്യാസമില്ല. Everywhere you have difference of പക്ഷെ opinion. നമുക്കെല്ലാം നമ്മുടെ വായിലൊരു നാമം തന്നിട്ട് യേശു. But we all have a name. ഞാൻ that is പറയട്ടെ, Jesus. വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, യേശു എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടി കെട്ടിപ്പിടിച്ചോണേ ഞങ്ങൾ. When you hear the name of Jesus, ഹല്ലേലൂയ. എല്ലാത്തിന്റെ അവസാനം നീ ക്രിസ്തുവിൽ ശ്രദ്ധയുള്ള വ്യക്തിയാണെങ്കിൽ നിന്റെ അഭിപ്രായങ്ങളെല്ലാം മാറ്റിവെക്കുക. end of everything, if you are focused on Christ, take away your own opinions. രണ്ടാം പിള്ളേരല്ലേ ഇല്ലേ, എല്ലാം അങ്ങ് ആന്നോ പിന്നെ എങ്ങനെ നിങ്ങൾ ഇത്ര സ്നേഹത്തോടെ ആണ്ടാ കൊച്ചിനെ പിടിച്ചോണ്ട് എങ്ങനെ നിൽക്കുന്നത്? അതാണ് സ്നേഹം എന്ന് പറയുന്നത്. Love will cover all നമ്മൾ അഭിപ്രായത്തെ പിടിക്കാൻ പോയാൽ വഴക്കുണ്ടാക്കും. അഭിപ്രായത്തല്ലേ പറയാം. അവിടെ കർത്താവ് പറഞ്ഞു ഏറ്റവും വലിയ ആളായിരുന്നു ഈ യേശു കർത്താവെന്ന് ജോൺ ദ ബാപ്റ്റിസ്റ്റിന് മനസ്സിലായി, യോഹന്നാൻ സ്നാപകന് മനസ്സിലായി. പറഞ്ഞു ഞാനോ കുറയണം അവൻ. ദാറ്റ് ഷുഡ് ബി അവർ മൈൻഡ്. നമ്മുടെ ആഗ്രഹം അങ്ങനെ ആയിരിക്കണം. വളരട്ടെന്ന് പറയട്ടെ, ഒന്ന് ഇച്ചിരി നേരം മിണ്ടാതിരിക്കുക. Let me reduce and he Keep should grow. quiet for some time. നിനക്ക് ഇഷ്ടം ഇല്ലായിരിക്കാം, പക്ഷെ നീ ഒന്ന് മിണ്ടാതിരുന്നേ. You may not like, but be quiet. ഹല്ലേലൂയ. Hallelujah. നീ ആരാധനക്കാരനാണെന്ന് നീ മിണ്ടാതിരിക്കും. If you are a worshipper, ഈ വഴക്കാളിയെന്ന് വഴക്കുണ്ടാക്കും. if you are a fighter, you will keep fighting. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ വരുന്നു. Have you meet, ആമേൻ, ഹല്ലേലൂയ. Here you meet Jesus who is the Lord of this house. This is a place to meet Jesus who ഈ is the Lord of ഇവിടെ your life. ആരാധനയ്ക്ക് വരുമ്പം വിചാരിച്ചോണം അവിടെ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോഴേ അറിയണം ഇവിടെ എന്റെ യേശുവുമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് വരാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നു. As you step in, you must know I'm coming here to build my Where you relationship come to with receive Jesus. a word of God. ദൈവത്തിന്റെ ഒരു വചനം ആമേൻ ഏറ്റെടുക്കാനായി ഞാൻ വരുന്നത്. I'm coming here to receive the word of God. ദൈവഭവനത്തിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. ദൈവത്തിന്റെ ഭവനത്തിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. I have come to the house of God. വെറുതെ ഇരിക്കാനല്ല വരുന്നത്. I need to have an encounter. ഇന്നൊരു ഏറ്റുമുട്ടൽ ഉണ്ടാകണം വചനം കേൾക്കുമ്പോൾ. I can't be idle. I need to have an encounter. And I want to worship the King of Kings. ആമേൻ. രാജാതി രാജാവായവനെ എനിക്ക് ആരാധിക്കണം. I need to worship the King of Kings. ഇന്ന് രാവിലെ മറ്റുള്ള ശബ്ദങ്ങളെക്കാളും കൂടുതലായി നിന്റെ ശബ്ദം ഉയരട്ടെ. Let your voice rise above every other voice. ആമേൻ. മറ്റുള്ള ശബ്ദങ്ങൾ നിനക്കെതിരായിട്ട് പുറത്തേക്ക് വരുമ്പോൾ അതിനെതിരായി നീ യേശു എന്ന നാമത്തെ വിളിച്ചു പറയുക. When other voices come against you, you must raise the voice of നിന്റെ Jesus. അകത്ത് ഭയങ്ങൾ ഇടുന്ന എല്ലാ ശബ്ദങ്ങൾക്ക് മുകളിൽ യേശു എന്ന സ്വാതന്ത്ര്യത്തെ നീ പ്രഖ്യാപിച്ച് ഫോക്കസ് എപ്പോഴും നമ്മൾ നോക്കണം. ക്രൈസ്റ്റ് ആണ് നമ്മുടെ ഫോക്കസിങ്, വേറെ ഒന്നും പറയാനൊക്കത്തില്ല. If Christ is your focus, He you can't is say with me. anything. അവൻ എന്റെ കൂടെ ഉള്ളവനാണ്. He is with me. Hallelujah. Hallelujah. Praise the Lord. Hallelujah. Hallelujah. എസ്തറിനെ നോക്കിയേ. എസ്തർ was focused on her assignments. അവൾക്ക് കൊടുത്തിരുന്ന ദൗത്യത്തിന്റെ മേലാണ് അവിടെ ശ്രദ്ധ മുഴുവനും. Esther was focused on her assignment. അപ്പോൾ അവൾ പറയാം ഞാൻ നശിക്കുവാന്ന് നശിക്കട്ടെ, പക്ഷെ ദൈവം ആവശ്യപ്പെടുന്ന കാര്യം ഞാൻ ചെയ്യും. If I perish, but I will do what God has asked me രണ്ടുപേരും to സ്പീർ do. പിടിച്ച് കുന്നം പിടിച്ചിരിക്കും. അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റുമോ? രാജാവിന്റെ സന്നിധിയിൽ കയറി ചെല്ലാൻ പറ്റുമോ? Two people are standing with പക്ഷെ രാജാവിനോട് പോയി spears. കാര്യം പറയാതിരിക്കും. രാജാവ് അറിയണ്ട ഈ കാര്യം. But she has to let the king എസ്തർ know. 4:14 പറയുന്നില്ലേ, നീ നിന്റെ പിതൃഭവനെല്ലാം നശിച്ചു, നീ ഇപ്പൊ എഴുന്നേക്കേണ്ട സമയം, നീ എഴുന്നേറ്റില്ലെങ്കിൽ നിന്റെ വീട് മുഴുവൻ നശിച്ചു പോകുമെന്ന്. Esther 4:14 says this is the time to rise യഹൂദന്മാരുടെ up. ഉദ്ധാരണത്തിനായിട്ട് നിന്നെ അവിടെ കയറ്റിയിരുത്തിയിരിക്കുന്നത്. നിന്റെ ഫോക്കസ് മാറിപ്പോകരുത്. Let your focus not change. You are here to uplift the അതുകൊണ്ട് അവള് പറഞ്ഞു Jews. ഞാൻ എന്നെ കൊല്ലുമെന്നെ കൊല്ലട്ടെ, പക്ഷെ ഞാൻ രാജാവിനെ അറിയിക്കും. If I perish, I go to the presence of ആമേൻ. the ഹല്ലേലൂയ. king. ജോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ ജോലി എന്തായിരുന്നു? ടു മേക്ക് എ വേ ഫോർ ജീസസ്. യേശുവിന് വഴി ഒരുക്കുക എന്നുള്ളതല്ലായിരുന്നു ദൗത്യം. What was the job of John the Baptist? To make a way for Jesus. അതായിരുന്നു അവന്റെ ഫോക്കസ്. ശ്രദ്ധേയതായിരുന്നു. That was his focus. ഉടനെ വിളിച്ചു പറഞ്ഞു, ഇതോ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്നു, ദൈവത്തിന്റെ കുഞ്ഞാട് പോകുന്നു. Here goes the Lamb of God that carries the Then sins he of the said he world. should increase. അവൻ വളരണം. And then he said he അവന്റെ may increase. ഈ പുറകിൽ വരുന്നവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ തന്നെത്താൻ താഴ്ത്തുന്ന അങ്ങനല്ലേ. I'm മറ്റേ not നമ്മൾ worthy to പറയുന്ന carry this ചെരുപ്പിന്റെ വാറഴിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്റെ ചെരുപ്പിന്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്നത്. John the Baptist says, I'm not worthy even to remove the strap of the sandals of this man. പോളിന്റെ ഫോക്കസ് എന്തായിരുന്നു? പൗലോസിന്റെ ഫോക്കസ് എന്തായിരുന്നു? എല്ലായിടത്തും സുവിശേഷം എത്തിക്കുക. What was Paul's focus? To spread the gospel അതിനകത്ത് everywhere. സക്സസ് ആയ ഒരു മനുഷ്യനാ പൗലോസ്. And he was successful in it. കാര്യം ഭൂമിയുടെ അറ്റത്തോളം ചെല്ലണമെങ്കിൽ റോമിൽ ചെല്ലണമായിരുന്നു. റോമിൽ ചെന്നു. He went to Rome to reach the ends of കൈസറിന്റെ the earth. മുമ്പിൽ നിന്നു. Stood before പോയിടത്തില്ല Caesar. ഫെസ്തസിന് മുമ്പിൽ, അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ,
ഒരുത്തനെ കൂസാക്കിയില്ല. സുവിശേഷം എവിടെ പറയാൻ പറ്റും അവിടെ എല്ലാം പറഞ്ഞവനാണ് പൗലോസ്. He stood before Festus, Felix and King Agrippa. അതേന്ന് പറഞ്ഞ സ്ഥലത്ത് ഏതൻസില് ഈ അരേബ്യ കുന്നിന്റെ അവിടെ നിന്ന് സംസാരിക്കാൻ പറ്റുമോ? ഞാൻ സംസാരിക്കുമെന്ന് നിങ്ങളുടെ ഇടയിൽ കൂടി നടന്നപ്പോ ഒരു വേദിക്കല്ല് കണ്ടു. അവനും ഇവനും ഞങ്ങളും നിങ്ങളും വിശുദ്ധരും അശുദ്ധരൊന്നും അല്ല പറഞ്ഞ്, നമുക്ക് എല്ലാവർക്കും ഒരു ദൈവം ഉണ്ടെന്നാ പറഞ്ഞത്. And he even went to Athens and stood on the Mount Areopagus and said, "My God and your God are the same." Hallelujah. Hallelujah. Amen. ഇന്ന് ഈ പകലിലും ആ നിയോഗം പകരപ്പെടട്ടെ നിങ്ങളുടെ മേൽ. Let that impartation be upon you. ഒരു കാര്യം മനസ്സിലായി, ഫിലിപ്പിയർ 1:14 എഴുതിയിരിക്കുന്നത്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് തികയ്ക്കും. He who began a good work in you is faithful to complete it. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്തു നല്ല പ്രവൃത്തിയെ ഒരുത്തൻ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അവനറിയാതെ തികയ്ക്കാനൊക്കെ. If someone has begun a new work in you, he knows how to പലപ്പോഴും എന്തറിയാം, പ്രവൃത്തി തുടങ്ങിയവനെ നമുക്കറിയാം, പക്ഷെ പ്രവൃത്തി പൂർത്തീകരിക്കും നമ്മളാ. We know the one who began a good work, but we നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ഒരൊറ്റ പോക്കാ. കർത്താവ് പറയുന്നില്ലേ, ഇല്ലേ? നമുക്ക് ആ ഭാഗം ഒന്ന് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ചിലർക്കൊന്ന് ഒരു ആശയം മനസ്സിലാക്കണം. അപ്പോസ്തലപ്രവൃത്തിയിൽ 16-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിച്ചാട്ടെ. Acts 16:7. 16-ാം അധ്യായം ഭയങ്കര ട്വിസ്റ്റ്, സുവിശേഷ വേലകളിൽ വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാക്കുന്ന അധ്യായമാണ്. It creates a twist in the gospel. 7-ാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്ന, മൂസിയിലെത്തി ബെഥുനിയയ്ക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ യേശുവിന്റെ ആത്മാവ് സമ്മതിച്ചു. ആരാ ഇത്? പൗലോസും കൂട്ടരുമാ. പൗലോസിന്റെ ജോലി എന്തുവാ? സുവിശേഷം പ്രചരിപ്പിക്കുക എന്നുള്ള, എല്ലായിടത്തും പോയി യേശു നസ്രായനായ യേശുവിനെ കുറിച്ച് പറയുന്നുള്ള പൗലോസിന്റെ ജോലി. Paul was spreading the gospel, but as they reached Mysia, they essayed to go into Bithynia, but the Spirit suffered പക്ഷേ ഇവിടെ them not. യേശുവിന്റെ ആത്മാവ് സമ്മതിച്ചില്ലെന്ന്, പോണ്ടെന്ന്. The Spirit of God did not allow them. ഉടനെ എന്തെല്ലാം തോന്നാം, പോ പിശാചേ എന്നൊക്കെ പറഞ്ഞ് ആട്ടിത്തുട്ടി അവിടെ 3 ദിവസത്തെ ഉപവാസമൊക്കെ ഇരിക്കേണ്ടതാ ഇവര്. They should have thought it's a devil and sat for ബ്രദറിന് ഈയിടെയായിട്ട് ഇച്ചിരി സെൽഫ് കൂടുന്നുണ്ട് കേട്ടോ ബ്രദർ ആവശ്യമില്ലാത്ത സാധനം ഈ പറയുന്നത്, ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ആരോണ്ട് പറഞ്ഞു അതിനകത്തിരുന്ന്. Nobody said this is yourself. They could understand. അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി, ഇത് യേശുവാ പറയുന്നത്, പോകരുത് ഇപ്പൊ അങ്ങോട്ട്. They understood it's Jesus speaking. What next? അടുത്തത് എന്താന്ന് കേൾക്കാൻ അവിടെ ഇരുന്നപ്പോഴാ മനസ്സിലായ ഫിലിപ്പിക്ക് പോകണമെന്ന്. And then they heard that they have to go to Philippi. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, ദൈവത്തിന്റെ ആത്മാവാന്നോ സംസാരിക്കുന്ന ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കുന്നത്? നമ്മുടെ സെൽഫാന്ന് പറയുന്നത് സ്വയമായിട്ട് നമുക്ക് തോന്നുന്നതാണോ? കൂടെ ഇരിക്കുന്ന ആരാധനയെ വന്നിരിക്കുന്ന കൂട്ടായ്മയിൽ ഇരിക്കുന്ന ബ്രദർ പറഞ്ഞതാണോ? How do you know you heard the voice of God, if it is from God or is it somebody who പൗലോസിന് മനസ്സിലായി, തുയത്തൈരിയായ കൈരിത്തിയായിരിക്കുന്ന ഈ സ്ത്രീ ലിഡിയയുടെ ഹൃദയം ഇങ്ങനെ തുറന്നു പിടിച്ച് കർത്താവ് നിൽക്കുക, മോനെ അങ്ങോട്ട് ചെന്നിപ്പോ സുവിശേഷം പറയടാ. Because the Spirit of God knew that God had opened the heart of this woman named Lydia to hear the gospel. പുഴവക്കിൽ കുറെ സ്ത്രീകൾ നിൽക്കുക. There were some women by the riverside. വിമൻസ് ഫെലോഷിപ്പ്. Women's fellowship. അല്ലേ? ആരാ പോകുന്നത്? Who is going? അല്ല, പുള്ളിയാ പോകുന്നത്. Paul is going. സ്ത്രീകളാരും അല്ല പോകുന്നത്. അത് തെറ്റായിട്ടുള്ള ആത്മാവിന്റെ തീരുമാനമായിരിക്കും. പുഴവക്കിൽ കുറെ സ്ത്രീകളെ കണ്ടപ്പോഴേ, ബ്രദറെ ഇത് നമുക്ക് പറ്റില്ല, ശാസിച്ചിട്ട് പോ എന്ന് വല്ലതും പറഞ്ഞു. He didn't say that this is not a right thing. മാത്രമല്ല, സുവിശേഷം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി വീട്ടിലോട്ടും വിളിച്ചു. Not only that, after the gospel was spread, she called him to the house. അങ്ങനല്ലല്ലോ ഇത് പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവിന് വ്യക്തതയുണ്ട്. Holy Spirit is clear. കാര്യം നീ ഇങ്ങനെ പോകുമ്പോഴാ വെളിച്ചപ്പാടത്തെ കാണുന്നത്. ഇച്ചിരി കഴിയുമ്പോൾ അവർ പിടിച്ചേച്ച് അവർക്ക് പൈസ കിട്ടേണ്ട ആ പരിപാടിയെല്ലാം നീ പൂട്ടിച്ചു. അപ്പോൾ അവിടെ ബഹളമുണ്ടാകും, നിന്നെ പിടിച്ച് ജയിലിലിടും. ജയിലർ മാനസാന്തരപ്പെടുണ്ടായോ? And then the Spirit of God clearly said, you will meet a woman of divination, and then she will say things against you. You will be put into prison, and the jailer has to be saved. ജയിലറും അവന്റെ കുടുംബവും കർത്താവിനെ അറിയരുത്. Jailer and his family came to know the Lord. നീ ബെഥനിയ വഴി മൂസയ്ക്ക് പോയ കുറെ ആൾക്കാർ വരുമായിരിക്കും, പക്ഷെ ഇവിടെ ചലനങ്ങൾ ഉണ്ടാകണമെങ്കിൽ, ഈ പട്ടാളത്തിനകത്ത് ഒരു ചലനം ഉണ്ടാകണമെങ്കിൽ, ഈ ദേശത്തൊരു ദൈവപ്രവൃത്തി വേണമെങ്കിൽ, നീ എന്നെ കേട്ട് എന്റെ വഴിയിൽ വരിക. If you had gone to Bithynia through Mysia, this wouldn't have happened. This morning I encourage you, my God, be focused. നിങ്ങളുടെ ആ ശ്രദ്ധയിൽ നിങ്ങൾ മാറിപ്പോകരുത്. I want to encourage you this morning ക്രിസ്തുവിനെ to തന്നെ be ഫോക്കസ് ചെയ്യുക. Focus on Christ. രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ കാര്യം യേശുവിന്റെ ആ വിളിയുടെ പിന്നാലെ പോ. രണ്ടാമത്തെ കാര്യം, മുമ്പോട്ടോടുക. റണ്ണിങ്, ഫോക്കസ് ഓൺ റണ്ണിങ് ഫോർവേഡ്. മുമ്പോട്ട് തന്നെ ഓടുക. Focus on running forward is the second point. ആമേൻ. ഹല്ലേലൂയ. എവിടോട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്? ഒന്ന്, ക്രിസ്തുവിൽ ലക്ഷ്യമുള്ളവരായിരിക്കുക. രണ്ട്, മുമ്പോട്ടോടുക. മൂന്ന്, ഫോക്കസ് ഓൺ ദ റിവാർഡ് ദാറ്റ് ഗോഡ് ഹാസ് കെപ്റ്റ് ഫോർ യു. ദൈവം നിനക്ക് വെച്ചിരിക്കുന്ന പ്രതിഫലത്തിനായി നിന്റെ ശ്രദ്ധ ഉണ്ടായിരിക്കണം. You have to focus on the reward that God has kept for you. അത് മോശയെ കുറിച്ച് പറയുന്നത് കേട്ടില്ലേ? എബ്രായർ 11-ാം അധ്യായത്തിന്റെ 22 തൊട്ട് വായിക്കും, 23 തൊട്ട് 26 വരെ വായിക്കുമ്പോൾ, മിസ്രൈമിലെ
ആ ബഹുമതികളൊന്നുമല്ല. ഫറവോന്റെ മോളോ കുഞ്ഞെന്ന് വിളിക്കുന്നതിനെ കുറിച്ചല്ല. അവിടുത്തെ ധാന്യങ്ങളും അവിടുത്തെ നിക്ഷേപങ്ങളും ഒന്നുമല്ല എന്റെ കർത്താവ്. If you read about Moses in Hebrews 11, he did not consider the treasures of Egypt more than the suffering that he had to suffer for Christ. ഈജിപ്തിലെ പ്രതിഫലമല്ല നോക്കുന്നത്, കർത്താവ് തരുന്ന പ്രതിഫലം. He did not look at the treasures of Egypt ഞാൻ as പറയട്ടെ, compared to the reward from God. നേരെ ചൊവ്വേ നീ ജീവിച്ചാൽ നടന്നാൽ പ്രതിഫലം ദൈവത്തിൽ നിന്ന് ലഭിക്കും. If you walk faithfully, there is a reward from the Lord. ശിഷ്യന്മാർക്കും അല്ലേ സംശയമുണ്ട്. മത്തായിയുടെ സുവിശേഷം 19-27 വാക്യത്തിൽ ചോദിക്കുന്നത് ഞങ്ങൾക്ക് എന്തോ കിട്ടും. Even the disciples had a doubt. What reward will we get? കർത്താവ് പറഞ്ഞു ആ ചോദ്യം അനാവശ്യ ചോദ്യമാണ്, ഒറ്റ ഒരെണ്ണത്തിനൊന്നും തരത്തില്ലെന്നാ പറഞ്ഞു. ഇല്ല, കർത്താവ് ഉടനെ പറഞ്ഞു 12 ഗോത്രങ്ങളെയും നിങ്ങൾ 12 പേരും ഇരുന്ന് വിധിക്കും. He said you will judge the 12 tribes of Israel. What should I get? എനിക്ക് എന്ത് കിട്ടും കർത്താവേ എന്ന് ചോദിക്കുന്നത് കൊണ്ട് കർത്താവ് ഉടനെ പിടങ്ങുമെന്നല്ല ചോദിക്കുന്നത്. കർത്താവിന് അറിയാം നിന്റെ അറിവില്ലായ്മകൾ കൊണ്ട് ചോദിക്കുന്നത് എവിടെ എത്തിച്ചേരും നിനക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുന്ന. ഇന്ന് രാവിലെ നീ ചോദിച്ചേ, കർത്താവേ ഞാൻ നിന്റെ പിന്നാലെ വരുമ്പോൾ നീ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു കണ്ണും കാണാത്തത്, ഒരു ചെവി കേൾക്കാത്ത, ഒരു ഹൃദയം അറിയാത്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവൻ സകലതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കും. If you run after the Lord, you will not lose anything, and everything will happen for your good. Amen. Expect a reward from him. കർത്താവിൽ നിന്ന് ഒരു പ്രതിഫലം ആഗ്രഹിക്കുക. Expect a reward from the Lord. ശുദ്ധ മനസാക്ഷിക്ക് ഒരു പ്രതിഫലം ഉണ്ടെന്ന്. There is a reward for pure conscience. Amen. There is consequences for every wrongdoings. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനകത്തെല്ലാം ഒരു കോൺസിക്വൻസസിന് എന്താ പറയുന്നത്, ഒരു അനന്തര ഫലമുണ്ട്. There is consequences for your wrongdoing as well. അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനകത്ത് ഒരു കോൺസിക്വൻസസ് ഉണ്ട്. Good things also has consequences. അല്ലേ, എല്ലാത്തിനും ഉണ്ട് അതിന്റെ ഒരു പ്രതിഫലനം അതിനകത്തുണ്ടാകും. കോൺസിക്വൻസസ് ഉണ്ട്, നല്ല ചെയ്താലും ചീത്ത ചെയ്താലും ഉണ്ട്. Both good and bad have consequences. എബ്രായർ 11:10 അബ്രഹാമിനെ കുറിച്ച് എഴുതിയിരിക്കുന്നല്ലേ, ദൈവം ശില്പിയായി അടിസ്ഥാനമിട്ട് പണിത നഗരത്തിനായിട്ട് അവർ കാത്തിരുന്നു. എന്നിട്ട് കണ്ടോ? അതെ, കണ്ടു എന്നുള്ളതല്ലേ. Even in Hebrews 11:10 we read about Abraham, how they looked നിങ്ങൾ ചെയ്യുന്ന forward. ജോലിക്കകത്ത് ഒരു പ്രതിഫലം ഉണ്ടെന്നേ. There is a reward in the work നിങ്ങളുടെ that you ബിസിനസ്സിനകത്ത് ഒരു do. പ്രതിഫലം ഉണ്ടെന്നേ. In your business there is നിങ്ങൾ കൃഷി reward. ചെയ്യുന്നവരാണ്, കൃഷിക്കകത്ത് ഒരു വാഴ വെച്ചിട്ട് അതിന് പ്രതിഫലം വരണ്ടായോ? If you are doing farming, there is a reward. തെങ്ങെല്ലാം കൂടെ നട്ടിട്ട് മണ്ടരി നിന്നെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്, പ്രതിഫലം ഉണ്ടാകണം. There has to be a reward in നല്ല everything. കർഷകനാണെങ്കിൽ പ്രതിഫലം വരും. Good farmer, you will get good reward. What kai is this ka? Kaya എന്ന് ചോദിക്കുന്ന കർഷകർക്കൊന്നും കിട്ടത്തില്ല. Those who don't know anything about the fruit, such people won't get it. ഇതെന്നെ കായാന്ന് ഏതാ തേങ്ങ കണ്ടപ്പോ ചോദിക്കുക. അവൻ കർഷകനൊന്നുമല്ല. He is not a good farmer. എന്നെ കായ. He doesn't know what the fruit is. തെക്കേതാ വടക്കേതാന്ന് അറിയാൻ വയ്യാത്ത കൃഷിക്കാരൻ. If you don't know anything about ചെയ്യുന്ന farming, ജോലിക്കകത്ത് പ്രതിഫലമുണ്ട്. there is a reward in your work. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ ചെയ്യുന്ന എല്ലാത്തിനകത്തും പ്രതിഫലമുണ്ടെന്ന് വിചാരിക്കണം. You must believe that in everything you do. അങ്ങനാണെങ്കിൽ വചനം കേട്ടിട്ട് കർത്താവിന്റെ വഴിയിൽ നടക്കുന്നിടത്ത് പ്രതിഫലമില്ലാതിരിക്കുമോ? And then if you hear the word and there is reward. there is a reward. ആമേൻ. നമ്മുടെ ഫോക്കസ് കളയാതിരിക്കാൻ 2-3 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. I want to tell you how to keep your focus. ആമേൻ. ഫോക്കസ് മാറാൻ ചില കാര്യങ്ങളുണ്ട്, അത് മനസ്സിലാക്കിയിരിക്കണം. There are some things that can take away നമ്മുടെ your ശ്രദ്ധ focus. മാറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. There are some things that can distract you. വചനത്തിനായിട്ടല്ലേ ഒരു സ്തോത്രം പറഞ്ഞേ, കൈയെല്ലാം ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞേ, വചനത്തിനായി ഒരു സ്തോത്രം പറഞ്ഞേ. Thank God for the word. കണ്ടിന്യൂസ് ബാറ്റിൽ ഉണ്ട് ഇതിനകത്തെല്ലാം. തുടർമാനമായിരിക്കുന്ന പോരാട്ടങ്ങൾ പലയിടങ്ങളിൽ നിന്നുണ്ടാകാം. You can have continuous തുടർച്ചയായ പോരാട്ടങ്ങൾ, continuous battles. അപ്പൊ പ്രശ്നത്തിലോട്ട് നോക്കിയിരിക്കല്ലേ ചെയ്യുന്ന, കർത്താവിലേക്ക് നോക്കണം. Focus on the Lord, not the ആ problem. പ്രശ്നമല്ല കർത്താവിനെ നിന്റെ സകല ചിന്താകുലവും സ്വന്തമായിട്ട് പിടിച്ചോണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവിനെ പരമേൽപ്പിക്കുക. Handle all your cares on the Lord. കർത്താവേ ഇത്രയും നാളായിട്ട് ഒരു വിടുതലില്ലല്ലോ. Lord, I don't see deliverance. പ്രശ്നങ്ങൾ മാറി മാറി വരും. ആരാധന വന്നതിന് ശേഷം പ്രശ്നങ്ങൾ മാറി മാറി വരുന്നു, ഒരു വിടുതലുമില്ല കർത്താവേ. Different problems I'm facing after coming to worship. അതേലോട്ട് ചിന്തിക്കുമ്പോഴാ കണ്ടില്ലേ നിന്റെ ശ്രദ്ധ മാറും, കർത്താവിന്റെ ശ്രദ്ധ മാറും, പ്രശ്നത്തിനകത്തോട്ട് ശ്രദ്ധ പോകും. Your focus changes from the Lord to the problem. എന്നാൽ ഒരു കാര്യം പറയണം, പ്രശ്നങ്ങൾ വരട്ടെ, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരുത്തനുണ്ടെന്ന് നീ പറയണം. You must say, problems come, I have the one who അവൻ എന്റെ ഉപനിധി. He is my everything. Amen. He is my treasure. അവനാണ് എന്റെ ഉപനിധി. He is my treasure. കർത്താവ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. The Lord will fight for me. ഞാൻ ജയാളിയാണ്, യേശു കർത്താവിൽ ഞാൻ ജയാളിയാണ്. I am victorious
victorious in Christ. ഞാൻ എപ്പോഴും കൂടെ പറയുന്ന കാര്യം, നീ എന്ത് കാണാൻ ആഗ്രഹിക്കുന്നു അത് തന്നെ വാ കൊണ്ട് വിളിച്ചു പറയുക. What you want to see, declare. ജയം കാണാൻ ആഗ്രഹിക്കുന്ന ജയമേ പറയാ. തോൽവിയുടെ ഒരു സീരീസ് ഓഫ് തോൽവികൾ, ഫെയിലിയേഴ്സ് ഇങ്ങനെ വരുമ്പോൾ നീ പറയണം ഞാൻ ജയിക്കും, ആക്ഷരികമായി അവസാനം ഞാൻ തന്നെ ജയിക്കത്തുള്ളൂ. Instead of seeing failures, you must tell yourself, I will be victorious. ഇപ്പോൾ ഞാൻ പറയട്ടെ, യേശുവിന്റെ നാമത്തിൽ ആ ക്രിസ്തുവിലുള്ള ജയം ഓരോരുത്തരുടെ മേലും ഒഴുകട്ടെ. Jesus name, let that victory flow. രണ്ടാമത്തെ കാര്യം, wounds and offenses, മുറിവുകളും അതുപോലെ തന്നെ വേദനകളും നമ്മളുടെ ഈ പറയുന്ന ശ്രദ്ധയെ മാറ്റാൻ സഹായിക്കുന്ന കാര്യം. The മുറിവുകൾ. second point is wounds and offenses that can change our focus. ചിലർക്ക് മുറിവുകൾ ഭയങ്കര ഇഷ്ടമാണ്. Some people love wounds. പട്ടികളുടെ കാര്യം പറഞ്ഞല്ലോ, they like to lick their wounds. ആ മുറിവുകൾ ഇങ്ങനെ നക്കിക്കൊണ്ടിരിക്കും എപ്പോഴും. They love to lick പട്ടിയെ their കണ്ടിട്ടില്ലേ? ആ wounds. മുറിവ് ഇങ്ങനെ എപ്പോഴും നക്കിക്കൊണ്ടിരിക്കും. ഒരിടത്ത് ചെന്ന് വെച്ച് ഇപ്പോൾ വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞ് കൗൺസിലിങ്ങിന് പോയിരിക്കും. അവിടെ പോയി ഇതെല്ലാം അങ്ങോട്ട് പറയും. You go for counseling and tell them all about your എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് വേറൊരിടത്ത് പോയി കൗൺസിലിങ്ങിന് പോകും. From there you'll go for counseling പിന്നെ elsewhere. വേറൊരിടത്തോട്ട് പോയി, പിന്നെ അവസാനം പാസ്റ്ററിന്റെ അടുക്ക് വരും. Finally you come to pastor. എല്ലായിടത്തും പോയി മുറിവുകൾ നക്കിക്കൊണ്ടിരിക്കുക. You മുറിവ്, keep licking your own wounds. എനിക്ക് മുറിവാണ്, എനിക്ക് മുറിവാണ്, എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. I am hurt. I say don't keep licking your wounds. Don't keep licking your wounds. അത് കർത്താവിനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. Hand it over to the Lord. ഒരിടത്ത് കൗൺസിൽ ചെയ്തു, ഒരാളുടെ കൗൺസിൽ വാങ്ങിച്ച് നല്ല കൗൺസിലാണ്, ആ കൗൺസിലിന് അനുസൃതമായിട്ട് ജീവിക്കണം. പിന്നെ Take counsel from one person and live accordingly. ഹല്ലേലൂയ. പലയിടത്ത് വർഷങ്ങളായി ഇതിങ്ങനെ തന്നെ പറഞ്ഞ ഒരു വ്യത്യാസവുമില്ല. Yours, you are talking to people about your problem. എന്നാ നീ ഇന്ന് ഓർത്തോണമേ, നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മുറിവുകൾ ഏറ്റെടുത്ത ഒരുവനുണ്ട്. ആ മരക്കുരിശിൽ അവന്റെ മുറിവുകളിൽ കൂടി ആ മുറിവിനകത്തേക്ക് നീ മറിഞ്ഞിരിക്കുക. We have somebody who has carried all our wounds. അപ്പോൾ സൗഖ്യം ഒഴുകാൻ തുടങ്ങും. Be hidden in his presence and his healing will flow into your മൂന്നാമത്തെ wounds. ആമേൻ ഹല്ലേലൂയ കാര്യമാണ്, എങ്ങനെയാണ് നിന്റെ ശ്രദ്ധ മാറിപ്പോകുന്നത്? The third point where you get distracted. Fellowship with people who has no aim. ലക്ഷ്യമില്ലാത്ത ആൾക്കാരോട് കൂടെയുള്ള നടപ്പ്. Your fellowship with people who have no aim. അല്ലെങ്കിൽ സ്വന്തമായിട്ട് എനിക്ക് ഇപ്പോൾ ഒരു ലക്ഷ്യമില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ പറയുന്നത് പോലെ ഉയർന്നു വരാൻ കഴിയും. എന്റെ ശ്രദ്ധ മാറിപ്പോകും. If I don't have any aim, I can get distracted. Amen. Hallelujah. Mainly people with no aim, they fail. They are unfocused. They are unfocused. ഒരു ലക്ഷ്യമില്ലല്ലോ. രാവിലെ എന്തിനാ എഴുന്നേക്കുന്നത്? ചുമ്മാ എഴുന്നേറ്റു. എന്തിനാ ഉറങ്ങുന്നത്? ചുമ്മാ ഉറങ്ങുന്നു. എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? ചുമ്മാ ഇരിക്കുക. മലയാളിയുടെ ഒരു സാധനം ഉണ്ടല്ലോ, why did cat cross the road? Simply. Why do you get up? എന്താ ബ്രദർ ഇങ്ങനെ ഇരിക്കുന്നത്? ചുമ്മാ. Simply. എന്തിനാ ബ്രദറെ ചർച്ചിൽ വന്നത്? Why did you come to church? Simply. ചുമ്മാ. എന്തിനാ ചർച്ച വന്നത്? എന്തിനാ ചർച്ച വന്നത്? Why did you come to church? വേറെ ഞായറാഴ്ച എന്തോ ചെയ്യാനാ? ചുമ്മാ വന്നതേ ഉള്ളൂ. What else to do on Sunday? എന്തൊക്കെ നടക്കുന്നൊക്കെ അറിയാൻ വിചാരിച്ച. എന്തിനാ വന്നത്? Let me see what happens. ഇവിടെ വന്നില്ലെങ്കിൽ അടുത്ത ദിവസം അതുവഴി അങ്ങോട്ട് പോകുമ്പോൾ പാസ്റ്റർ കാണുമ്പോൾ ചോദിക്കത്തില്ലേ? അതുകൊണ്ട് ചുമ്മാ വന്ന. I just came here, otherwise pastor will question. ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു, എന്നിട്ട് ഞാൻ ചുമ്മാ വന്നതേ ഉള്ളൂ. I just came. Why you are here for the worship? Do you have a reason to come here? എന്തെങ്കിലും ഒരു കാരണമുണ്ടോ ഇവിടെ വരാൻ? Do you have a reason to be here? നമ്മളെപ്പോഴും കണ്ടില്ല റീസൺ കണ്ടെത്തുക പോകാതിരിക്കാൻ. We are finding a reason not to go. ആരാധനയ്ക്ക് പോകുന്നതിന്റെ റീസൺ എന്താണ്? What is the reason you come here? So I say people with no aim, അവര് ഈ ഫോക്കസ് ഇല്ലാത്തവരാ, ശ്രദ്ധയില്ലാത്തവരാ. People with no aim are distracted. മോനെ എന്തിനാണ് ഈ നോട്ടെല്ലാം എഴുതിയെടുക്കുന്നത്? ചുമ്മാ. Why are you taking notes? ഞാൻ ഈ ബുധനാഴ്ച എങ്ങാനും വന്നാൽ ചോദിച്ചാൽ. In case I have to speak on Wednesday. പിന്നെ അച്ഛനൊരു കുഴപ്പമുണ്ടല്ലോ, ഇത് കഴിയുന്നുണ്ടോ പിന്നെ ചോദിക്കത്തില്ല എന്തുവായിരുന്നാ മെസ്സേജ് എന്ന്. And also pastor asked about the message, so I'm just writing. ചുമ്മാ എഴുതുന്നതും ചുമ്മാ പറയുന്നേ ഉള്ളൂ, കാര്യമൊന്നുമില്ലെന്ന് എനിക്ക് പറയാം. He's just simply saying, I know it doesn't even mean anything. അത് നോക്കിയേ, ഈ ചർച്ചിന്റെ ഒരു പ്രത്യേകത ആണ്, എല്ലാവരും അങ്ങ് നോട്ട് എഴുതുക. Everybody writes notes. എന്തിനാ എഴുതുന്നത്? Why? Simply. ഇപ്പൊ ഒരു പുതിയ ബുക്ക് ഒരാൾ തന്നായിരുന്നു, അപ്പൊ എഴുതി തീർക്കണ്ടായോ? I have a new book, somehow I have to finish it. Do you have a reason? ഒരു കാരണമുണ്ടോ എഴുതുന്നതിന്? Do you have a reason why you write? നമുക്ക് ലക്ഷ്യമില്ലെങ്കിൽ ഇതെല്ലാം വെറുതെ ആയിപ്പോ. If you have no aim, everything. ചുമ്മാ സമയം കളയരുത്, ചുമ്മാ ഇതിരിക്കരുത്. Don't waste time. ആമേൻ ഹല്ലേലൂയ. ഒരു
കഥ നിങ്ങൾ കേട്ടോണേ, ഇടയ്ക്ക് നിങ്ങൾ ടെൻഷൻ പിടിക്കാതിരിക്കാൻ വേണ്ടി. ഒരു കാക്ക മരത്തിന്റെ മണ്ടയ്ക്ക് വന്നിരുന്ന് ഇങ്ങനെ ക്രാ ക്രാ ചുമ്മാ ഇരുന്ന് ക്രാ ക്രാന്ന് വെക്കുക. A crow was sitting on a branch and making sound. ആ മരത്തിന്റെ താഴെ ഒരു മുയലിരിപ്പുണ്ടായിരുന്നു. There was a rabbit below it. മുയൽ നോക്കിയപ്പോ നല്ല രസമായിരിക്കുന്നു ചുമ്മാ. അപ്പൊ ചോദിച്ചു, നീ എന്നാ ഇവിടെ ഇരുന്ന് ക്രാ ക്രാന്ന്? The rabbit asked, why are you crowing? കാക്ക പറഞ്ഞു, സിംപ്ലി ചുമ്മാ ഇരിക്കുക. He said simply. മനസ്സിലായോ? അപ്പൊ ഇവനൊക്കെ ഭയങ്കര ഇഷ്ടമായി പോയി. He liked it. പുള്ളി ക്രാന്ന് വെക്കാൻ നോക്കിയിട്ട് ഒന്നും വരുന്നുമില്ല. ചുമ്മാ അത് മുയൽ ചിലരെ അവിടെ ഇരുന്നു കേട്ടോ. ഞാനും വന്ന കാക്കയെ പോലെ ചുമ്മാ ഇരിക്കാന്ന് പറഞ്ഞു. അതുവഴി വന്നൊരു ചെന്ന കയറി അങ്ങ് പിടിച്ചു. So rabbit said, let me also sit idly like the crow. One fox came. മുയലെന്ന് പറഞ്ഞ് ചാടി ചാടി നടക്കേണ്ട പുള്ളിയല്ലേ? Rabbit is not supposed to be idle. വല്ലവനും വിശ്രമിക്കുന്ന കണ്ടിട്ട് നീ വിശ്രമിക്കല്ലേ? Don't rest because somebody else is resting. ആരോടാ പറഞ്ഞത്? എടാ, വല്ലവരും വിശ്രമിക്കുന്ന കണ്ടിട്ട് നീ ആ വിശ്രമം ഏറ്റെടുക്കരുത്. നീ വിശ്രമിക്കുവാണെങ്കിൽ ഉയർത്തി കയറി വിശ്രമിച്ചോണം. Don't waste your time and rest because somebody else is wasting time and resting. If you are resting, rest high above. ആമേൻ, ഹല്ലേലൂയ. Hallelujah. അല്ലെങ്കിൽ അതുവഴി വരുന്ന സാധനമെല്ലാം നിന്നെ കയറി പിടിച്ചോണ്ട് പോകും. Otherwise the enemy will catch you. ഒരു ലക്ഷ്യവുമില്ലാതെ വെറുതെ ഇരിക്കരുത്. Don't be idle without any aim. ആമേൻ. If you have a vision, then you will have a mission. നിനക്കൊരു ദർശനമുണ്ടെങ്കിൽ നിനക്ക് അതിനകത്തൊരു ജോലിയും ഉണ്ടാകും. നിനക്ക് അതിനകത്തൊരു വേലയുണ്ടെന്ന്. If you have a vision, then there is a mission. ആമേൻ, ഹല്ലേലൂയ. എബ്രായർ 12:1 പറയുന്നില്ലേ, സകല ഭാരവും മുറുകെ പറ്റുന്ന പാവം വിട്ട് ഓട്ടമോടണം. Run looking for leaving every weight of sin എന്ന് പറഞ്ഞാൽ നിന്നെ പിടിച്ചു വെച്ചിരിക്കുന്ന സകലത്തിൽ നിന്ന് ഇറങ്ങി ഓടിക്കണം. You have to run away from everything. എല്ലാത്തിൽ നിന്നും പുറത്തു വരിക. Come out of everything. അതും വെച്ചോണ്ട് ഓടാൻ കഴിയത്തില്ലെന്ന്. You can't run with it. If you want to reach the destination, നിന്റെ സകല ഭാരവും മുറുകെ പറ്റുന്ന സകലതും നീ വിട്ടിട്ട് കർത്താവിലേക്ക് നീ ഓടുക. Leave every weight and sin and burden that holds on to you and run towards the Lord. Hallelujah. Hallelujah. അതൊക്കെ അങ്ങോട്ട് വിടുമ്പോൾ തന്നെ കൃപ വർദ്ധിക്കാൻ തുടങ്ങും. When you leave it, your grace increases. നിങ്ങൾ ഈ ചിന്തിച്ചു കൂട്ടുന്ന ഭാരമില്ലേ, അതെടുത്തോട്ട് കളഞ്ഞ് കൃപ വർദ്ധിക്കുന്നതാണ്. അങ്ങ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ടേ അങ്ങ് ചിന്തയോ ഇന്നെന്ത് തീരും. മഴ ഇപ്പം മെസ്സേജ് വരും നമ്മുടെ ഫോണിലോട്ടൊക്കെ, ഇപ്പം മെസ്സേജ് വരും. ഒന്നും നടക്കത്തില്ല. ഇതൊന്നും കണ്ട് അകത്തിരിക്കാനുള്ളവരല്ല നമ്മൾ. We need not be scared about things that we are afraid of. Amen. Hallelujah. Hallelujah. Praise the Lord. Hallelujah. 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 ഭയപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയ കൃപ വർദ്ധിക്കും. Come out of everything that scares you. Your grace will increase. മരുഭൂമിയിൽ മോശ നിൽക്കുമ്പോൾ, മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ഇത്രോടെ ആടിനെയൊക്കെ തേച്ച് ഇങ്ങനെ വിൽഡർനെസ്സിലൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ അയാള് ഉടനെ ദൈവശബ്ദം കേൾക്കുകയാണ്. എൻ്റെ ജനത്തിന്റെ കരച്ചിൽ ഞാൻ കേട്ടു, എൻ്റെ ആൾക്കാരെല്ലാം കിടന്ന് വിഷമിക്കുന്നു, നീ പോയി അവരെ ഇറക്കിക്കൊണ്ടുവരണം. And then God hears a voice of the people crying for deliverance. And God says, you must deliver the people. 80 വയസ്സുള്ള മനുഷ്യനോട് പറയാണ്, എന്റെ ജനം കിടന്ന് വിഷമിക്കുന്നു, നീ പോയി എവിടെ നിൽക്കുന്നതിനെ വിളിക്കുന്നു? The man who's 80 years in the wilderness hears a call to deliver. Nobody with him. നീ ഇട്ടേക്കുന്നത് മാക്സിൻ ഇന്നലെ അമ്മായിപ്പം വാങ്ങിച്ചു, ഇത്ര വാങ്ങിച്ചു കൊടുത്ത് ഇട്ടേക്കുന്നത്. Even your clothes are your father-in-law's clothes. ചില സമയത്ത് ഓർത്ത് ഒന്നുമില്ലാത്ത നിന്നെ ദൈവം ചിലതിന്റെ വിടുതലിന് വേണ്ടി ദൈവം ആക്കുന്നത്. If you have nothing, God will use you to എടാ, deliver. ഒന്നുമില്ലാതെ ആമേൻ മിസ്രയീമിൽ നീ ഇറങ്ങി വന്ന് നിന്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് അറിയാമെന്ന ദൈവം തന്നെ ആമേൻ നിന്റെ ദൈവത്തിന്റെ ജനതയുടെ വിടുതലിന് വേണ്ടി നിന്നെ തെരഞ്ഞെടുത്ത് അങ്ങോട്ടയക്കും. If you have nothing, you will be the one chosen by the Lord to be sent for deliverance. Amen. Hallelujah. 80ാമത്തെ വയസ്സിൽ കഴിവുകെട്ട്, അതാ 73 വയസ്സെന്ന് പറയുമ്പോൾ കഴിവുകെട്ടെന്നാണ് അതിന്റെ അർത്ഥം. ഇല്ല, 80 years he was helpless. ഇപ്പം തന്നെ അച്ഛാ പറയാണ്, ഇനി 7 വർഷം കൂടെ കഴിയുമ്പോഴായിരിക്കും ചില ജനതയെ വിടുവിക്കാൻ വേണ്ടി കർത്താവിനെ ആക്കുന്നത്. Maybe at 80 years God will appoint you to deliver people. നമുക്കറിയത്തില്ല, ആ വിളി ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ ഒരു സമയമുണ്ട്, ഒന്നും ചെയ്യാൻ നിസ്സംഗനായി നിൽക്കുമ്പോൾ, ഒന്നും കഴിവില്ലാത്തവനായി നിൽക്കുമ്പോൾ ദൈവം പറയാണ്, എന്റെ ജനത്തിന്റെ കരച്ചിൽ ഞാൻ കേൾക്കുന്നു, നീ പോയി അവരെ വിടുവിക്കുക. When you are helpless at the age of 80, God says, I hear the cry of my people, you go and deliver. ബൈബിൾ സ്കോളേഴ്സ് പറയുന്നത് ആ പറഞ്ഞതിന്റെ 90ാമത്തെ ദിവസം ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് ചെങ്കടൽ കടന്ന് ഇപ്പുറത്തു. 90th day after the Lord spoke, the children of Israel crossed the sea. Exactly 3 മാസം
മാസം കഴിഞ്ഞപ്പോൾ, ആ പറഞ്ഞതിന്റെ 3 മാസം കഴിഞ്ഞപ്പോൾ ഈ മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്ന് ചെങ്കടൽ കടന്ന് ഇസ്രായേൽ മക്കൾ ഇപ്പുറത്ത് വന്നു. Exactly after 3 months the children of Israel came out of അങ്ങനെയാണെങ്കിൽ ഞാൻ slavery. പറയാണ്, ഇന്ന് ഒക്ടോബർ 19, ഇന്ന് തൊട്ട് 90ാമത്തെ ദിവസത്തിനകത്ത് നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതകരമായ ഒരു വിടുതലിന് വേണ്ടി ദൈവം ഇന്ന് ആലോചന നിന്നോട് പറയുക. God is giving you the counsel for a miraculous deliverance in your life on this day. പറ ഹല്ലേലൂയ. നീ എന്തുമായിക്കോട്ടെ, എന്തും ചിന്തിച്ചോണ്ടിരിക്കുന്നത്, 90 ദിവസത്തിനകം ഞാൻ ചിന്തിച്ചു വെച്ച പലതുമുണ്ട്. ചിലതിനെ ഞാൻ മറികടന്ന് അപ്പുറത്ത് ചെല്ലും. 90 days I will cross over certain things. ഹല്ലേലൂയ. Stay focused. നിന്റെ ശ്രദ്ധ മാറ്റരുത്. നീ നേരെ നോക്കുക. നിന്റെ ശ്രദ്ധ മാറ്റരുത്. Stay focused. ജോസഫിനെ നിങ്ങൾ ശ്രദ്ധിച്ചു, ഒറ്റ രാത്രി കൊണ്ട് ചരിത്രം മാറിയവര്. Joseph, one night his history changed. ഒറ്റ രാത്രി കൊണ്ട് അവൻ പാലസിനകത്ത് കയറി, One കൊട്ടാരത്തിനകത്ത് കയറി. night he got into the palace. എത്ര നാളായിട്ട് ഈ പാവം കിടന്ന് കഷ്ടപ്പെടുക. കിണറ്റിൽ തുടങ്ങി കാരാഗ്രഹത്തിൽ നിന്ന്, പക്ഷെ ഒറ്റ രാത്രി കൊണ്ട് അവന്റെ ചരിത്രം മാറി. Pit to the prison, but one night changed his 17ാമത്തെ life. വയസ്സിൽ സ്വപ്നം കണ്ടവനാണ്. 30ാമത്തെ വയസ്സിൽ പാലസിൽ വരുമ്പോൾ പാലസിനകത്ത് എത്തുന്നവന്റെ സ്വപ്നം, and he was focused on his dream. അവന്റെ സ്വപ്നത്തിനകത്ത് അവൻ ശ്രദ്ധ വെച്ചിരുന്നത് കൊണ്ട് 30ാമത്തെ വയസ്സിൽ ഈ രാജകീയമായ സ്ഥാനത്ത് അവൻ എത്തിച്ചേർന്നു. 17th year he saw the dream, and because he was focused he reached the palace at the age of 30. റോയൽ ഫാമിലിയിൽ നിന്ന് നാം പെണ്ണ് കെട്ടിയെന്ന്, റോയൽ ഫാമിലിയിൽ നിന്ന് കല്യാണം കഴിച്ചു. He even married from the royal family. റോയൽ ഡ്രസ് എടുത്തിട്ടു, രാജകീയ വസ്ത്രം എടുത്തിട്ടു. He had royal dress. അവനൊരു രാജകീയമായ പേര് കിട്ടി. He got a royal name. സഫ്നത്ത് പനേഹ് എന്ന് രാജകീയമായ പേര് അവന് കിട്ടിയത്. Safnath Paneh. പനേ എന്ന് പറഞ്ഞാൽ ഗോഡ് സ്പീക്സ് ആൻഡ് ഗോഡ് ലിവ്സ്. അത് ഇയാൾക്ക് മനസ്സിലായി, ഫറോയ്ക്ക് മനസ്സിലായി, നിന്റെ ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. Pharaoh said, I know that your God is with you. അതുകൊണ്ട് ഫറോ പറഞ്ഞ പേരാണ് സഫ്നത്ത് പനേഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നിന്റെ കൂടെ ഉണ്ട്, ദൈവം നിന്റെ അകത്തിരിക്കുന്നത് ഞാൻ കാണുന്നു. And therefore Pharaoh says, I know God is with you, I know that God is in you. ആമേൻ ഹല്ലേലൂയ. ലൈഫ് കണ്ടാൽ മറ്റുള്ളവർക്ക് മനസ്സിലാണ് ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന്. Looking at your life, others should know that God is with you. മാത്രമാണ് റോയൽ ചാരിയറ്റ്, ആമേൻ, കൊട്ടാരത്തിന്റെ ആമേൻ ഹല്ലേലൂയ രഥം അവന് കിട്ടി. കൊട്ടാരത്തിന്റെ രാജകീയ രഥം. He got a royal chariot. മാത്രമല്ല സിഗ്നറ്റ് റിംഗ്, റോയൽ റിംഗ്, രാജകീയ മുദ്ര അവന് കിട്ടി. He got the royal ring. ആമേൻ ഹല്ലേലൂയ. ഒറ്റ ദിവസം കൊണ്ട് ജീവിതം മാറിയത്. One day his life changed. സ്വപ്നം മാറാതെ സ്വപ്നത്തിലേക്ക് ഫോക്കസ് ചെയ്തിരുന്നവന്റെ ജീവിതത്തിനകത്ത് ആമേൻ ഒറ്റ രാത്രി കൊണ്ട് ആമേൻ അത്ഭുതങ്ങൾ നടന്നതുപോലെ ഇന്ന് രാവിലെ നീ ഇത് കേട്ട് പിടിച്ചെടുത്തോ. ഹല്ലേലൂയ. നിന്റെ സ്വപ്നങ്ങൾക്ക് ഒരു വലിയ റിവാർഡ് ഉണ്ടാകാൻ പോകുകയാണ്. One night everything changed for Joseph. Hold on to your dream. There's going to be a reward for your Why dream. this happened? എന്തുകൊണ്ടാ പറഞ്ഞു? He was focused on his dream. He was focused on his dream. അപ്പൻ ചോദിക്കുക, സ്വപ്നം മാറ്റാൻ അപ്പനും അമ്മയും ചോദിക്കുക. അപ്പൻ ചോദിക്കുക, ഞാനും നിന്റെ അമ്മയും കൂടെ വന്നിട്ട് നിന്നെ നമസ്കരിക്കുമെന്നാണോ? സ്വപ്നം അന്നേരം മാറേണ്ടതാ. Even father questioned about the dream. 37 ഉൽപ്പത്തി 37:10. കാര്യം ഇവന് അപ്പന് ഭയങ്കര സ്നേഹമുള്ള മോനായിരുന്നു ജോസഫ്, അല്ലേ? സ്പെഷ്യൽ കോട്ടൊക്കെ കൊടുത്തില്ലേ, കളർ കോട്ട് കൊടുത്തതാ. Father loved Joseph. അല്ലേ? വർണ്ണ നിറത്തിലുള്ള ആ ഉടുപ്പൊക്കെ കൊടുത്തത് കൊണ്ട് അപ്പന് ഭയങ്കര സ്നേഹമെന്ന് മനസ്സിലായി. The father loved Joseph. അതുകൊണ്ട് തന്നെ ജോസഫിന് അപ്പൻ്റെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ മനസ്സൊക്കെ കടന്നു പോകേണ്ടതാ. But even father did not agree. അയ്യോ, നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നോ? സ്വപ്നം കണ്ടത് നീയാ, അഭിപ്രായം You പറയുന്ന had the വല്ലവരും. dream. Others will give അഭിപ്രായം opinion. ഇനി നിന്നെ സ്നേഹിക്കുന്നവര് പറഞ്ഞാലും നിന്റെ അകത്തു ദൈവമിട്ട സ്വപ്നത്തെ നീ ഒരിക്കലും ആമേൻ വെറുതെ കളയരുത്. Even if others are giving opinion, എന്തോ don't travel lose the ആയത്. dream God has given you. സ്വന്തം സഹോദരന്മാർ പൊട്ടക്കിണറ്റിൽ എടുത്തിടുക. Imagine own brothers കാര്യം throwing you to the സ്വപ്നത്തിൽ നിന്ന് pit. ദൂരോട്ടാ പോകുന്നു. സ്വപ്നത്തിൽ നിന്ന് ബഹുദൂരം സഞ്ചരിക്കുക. You are traveling far from the dream. അവിടുന്ന് ഇസ്മായില് കച്ചവടക്കാരുടെ കയ്യിൽ കയറി അവൻ ചെല്ലുകയാണ് മിസ്രൈമിൽ, ആമേൻ ഹല്ലേലൂയ, ദേശത്തേക്ക് ചെല്ലുക. And then he reached Misraim through പോത്തിഫറിന്റെ വീട്ടിൽ in the house of ആ Potiphar. 4 ഭിത്തിക്കകത്ത് അവൻ അവിടുത്തെ മാനേജറൊക്കെ ആയി കാണും. പക്ഷെ അതിനകത്തൊന്നും വിടുതലുണ്ടോ? സ്വപ്നം പോയി. Dream was gone. There was no deliverance. ഒരു പക്ഷെ വിചാരിച്ചാണ് ഇതായിരിക്കാം എന്ന് പറഞ്ഞ സ്വപ്നം നാം വിചാരിച്ചു കാണും. Maybe he thought this is the dream. അവിടെ നിന്ന് ആ കോട്ട് ഊരിയിട്ട് അവനെ ഇറങ്ങി ഓടിയ ഓട്ടം കണ്ടു. See how he ran away leaving the court. പക്ഷെ അവൻ കാരാഗ്രഹത്തിന് ചെന്നു. സ്വപ്നങ്ങൾ മുഴുവനും തകരണ്ടിയെടുത്തതാണ്. അവന്റെ അകത്തെ സ്വപ്നം തന്നവനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടാതിരുന്നുകൊണ്ട് അവന്റെ സ്വപ്നം അതിനകത്തിരുന്ന് വളരാൻ തുടങ്ങി.
He never cut his relationship with the one who gave the dream, so the dream began to grow in him. Hallelujah. Hallelujah. നിന്നെ വിളിച്ച വിളി നിനക്കറിയാമോ? ഒറ്റ ദിവസം കൊണ്ട് നിന്റെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരങ്ങൾ നടക്കാൻ പോവുക. Do you know your call? And one day your And focus on your dream. നിന്റെ സ്വപ്നത്തിലേക്ക് നീ ഫോക്കസ് ചെയ്യുക. നിന്റെ വഴിയിൽ നിന്നെ വിളിച്ച വിളിയിലേക്ക് ഫോക്കസ് ചെയ്യുക. focus on your dream. ആമേൻ. 84-ാം സങ്കീർത്തനം വായിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. Let's read Psalm 84. ആമേൻ. ഹല്ലേലൂയ. 5, 6, 7 വാക്യങ്ങൾ. 5, 6, 7. ആമേൻ. ഹല്ലേലൂയ. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. വണ്ടർഫുൾ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട്. കണ്ണുനീർ താഴ്വീരിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമായി തീർക്കും. കണ്ണ് കരഞ്ഞു കണ്ണുനീ അതിനെ എന്തോക്കി മാറ്റി? ജലാശയമാക്കി. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കും. നിങ്ങൾ നോക്കി, അവർ മേൽക്കുമേൽ. നിങ്ങൾ ശ്രദ്ധിച്ച്, ഫോക്കസ് ഉള്ളവൻ ശക്തി ക്ഷയിച്ചു പോകത്തില്ല. ഫോക്കസ് ഉള്ളവൻ ബലം പ്രാപിക്കും. The focused one will go. ഞാൻ ഇരിക്കുന്നിടത്തിരുന്നുകൊണ്ട് പറയാ, കർത്താവ് എന്റെ ബലം. God is my strength. കർത്താവിന്റെ ബലമാണ്. God is my strength. കർത്താവിന്റെ ബലമാണ്. God is my strength. കർത്താവിന്റെ ബലമാണ്. God is my strength. അങ്ങനെയാണെങ്കിൽ നീ ബലം പ്രാപിക്കും. You will be strengthened. അവൻ പ്രായമാകുമ്പോൾ ബലം കുറയുകയല്ലോ. When you grow old, your strength will not be good. പ്രായമായിരിക്കുന്നല്ലോ. 80 വയസ്സ് അല്ലേ? അമ്മണിയാന്റിക്ക് 80 വയസ്സ് കഴിഞ്ഞില്ലേ? 85 കഴിഞ്ഞു. ചർമ്മം കണ്ട സന്തോഷപ്പെട്ടാ കുളിക്കുന്നില്ലേ? Ammani is 85 years, but does ഞാൻ not ഇത് look പറയാം, it. ഞാൻ ഉത്സാഹിപ്പിക്കാൻ വേണ്ടി പറയാം. അമ്മണിയാന്റിയുടെ ഉപ്പുറ്റി ഇന്ന് കാണാത്തവരെല്ലാം ഉപ്പുറ്റി ശ്രദ്ധിക്കണം. You should look at her heels. സാധാരണ പ്രായമാകുമ്പോൾ ഉപ്പുറ്റി ഒന്ന് തേച്ച് കഴുകാൻ ഒക്കത്തില്ല. Usually it's difficult to clean your heels. നിങ്ങൾ ശ്രദ്ധിക്കണം. ഉപ്പുറ്റിയൊക്കെ നല്ല തേച്ച് കഴിഞ്ഞാൽ വെടിച്ച് കീറി ഇങ്ങനെ അതിന്റെ ചെളിയെല്ലാം കീറിയിരിക്കുന്ന എല്ലാം കല്ലിലിട്ട് ഉരച്ച് കഴുകണം. അതിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, സ്ക്രബൊക്കെ കിട്ടും. അതൊക്കെ ഉരച്ച് കഴുകി നല്ല ഭംഗിക്ക് നിൽക്കണം. You have to look അതിന് എന്നെ ആര് കാണാനാ മോനെ? മുഖം ഇങ്ങനെ വെച്ച് ഷേപ്പ് ഇങ്ങനെ നിൽക്കുക. പ്രായമായി ബലമുള്ളവരാണ് ഭാഗ്യവാന്മാർ. Those who are strong are blessed. പ്രായമാകുമ്പോ കണ്ടില്ലേ? അത് ഞാൻ വിചാരിച്ചു ഇതെന്തോ വെള്ളം ദൂതൻ വന്നിരിക്കുന്നത് പോലും. 73 വയസ്സേ ഉള്ളൂ. എന്റെ ചേട്ടൻ 77 വയസ്സായി. ബലമുള്ളവർ ഭാഗ്യവാന്മാരാണ്. Blessed is a man whose strength is in thee. ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞോണ്ടേ അവിടെ ആ ചേറയിൽ ഇങ്ങനെ ഞാൻ വിചാരിച്ചു ദൂതം വന്നിരിക്കുവാന്ന് വിചാരിച്ചു. I thought, is it an angel who is sitting here? എന്നോട് പറഞ്ഞു വരുമെന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ അപ്രതീക്ഷിതമായി കണ്ടില്ലേ. ഹല്ലേലൂയ. ബലമുള്ളവർ കർത്താവിനെ കാത്തിരിക്കുന്നവർ ബലമുള്ളവരായി തീരും. Those who wait on the Lord shall renew their strength. എനിക്ക് ചെറുപ്പക്കാരെ നോക്കിയ ചെറുപ്പക്കാർ ചർച്ച വന്നിരിക്കുന്നത് ഇങ്ങനെ ഇരിക്കും. youngsters, നിന്റെ ബലം എവിടെ പോയി? Where is your strength? ആമേൻ. നീ കർത്താവിനെ ശ്രദ്ധിക്കും. നിന്റെ ബലം Where is your strength? 25 പ്രാവശ്യം മൂത്രം ഒഴിക്കാൻ പോയി, 250 പ്രാവശ്യം കോട്ടുപായും വിട്ട് നടുവ് ഇങ്ങനെ ചാരി. അതാണ് നിന്റെ ബലം. You are going out multiple times, you are sighing, you are yawning. Is that your strength? കർത്താവുള്ളവര് ബലമുണ്ടെന്ന്. Those who have the Lord ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ ബലം കർത്താവിലാണ്. നിന്റെ രോഗത്തിന് അതിനകത്ത് ഇരിക്കാൻ ഒക്കത്തില്ല. If your strength is in the Lord, sickness cannot stop you. ഇന്ന് രാവിലെ വിശ്വസിച്ച് കർത്താവിലാണ് നിന്റെ ആശ്രയമെങ്കിൽ, കർത്താവിലാണ് നിന്റെ ദൃഷ്ടിയെങ്കിൽ, നിന്റെ അകത്തെ രോഗത്തിന് അതിനകത്ത് ഇരിക്കാൻ ഒക്കത്തില്ല. If your trust is in the Lord, if your focus is in the Lord, sickness cannot remain in Today you declare that I will go strength from strength. ആമേൻ. ശക്തിയിൽ നിന്ന് ഞാൻ ശക്തിയിലേക്ക് പോകും. Declare that you will grow from strength to strength. ആമേൻ. ഹല്ലേലൂയ. മോശയും അബ്രഹാമിനെയൊക്കെ നോക്കിക്കേ. Look at Moses and Abraham. 120-ാമത്തെ വയസ്സിൽ കണ്ണ് മങ്ങിയില്ലെന്ന് മോശയുടെ. 120 years his eyes were not dim. ആമേൻ. ഹല്ലേലൂയ. 120-ാമത്തെ വയസ്സിൽ കണ്ണ് മങ്ങാതിരിക്കുക. His eyes were not dim at the age of 120. ആമേൻ. നോക്കിയേ, 100-ാമത്തെ വയസ്സിൽ അബ്രഹാമിന് കുഞ്ഞുണ്ടാകുന്നു. Abraham had a child at the അന്നേരം ലോത്തിനെ age of പിടിച്ചോണ്ട് 3 100. രാജാക്കന്മാർ ലോത്തിനെ പിടിച്ചോണ്ട് 3 രാജാക്കന്മാർ പിടിച്ചോ ആരാന്നല്ല. എന്റെ അകത്ത് ബലമുണ്ട്. കർത്താവിന്റെ ബലമാണെങ്കിൽ ഏതു രാജാക്കന്മാരാണ് എന്റെ അനിയനെ താടാന്ന് പറഞ്ഞ് പോകാനുള്ള തന്റെ അകത്തുണ്ടെന്ന്. Praise the Lord. Hallelujah. ആമേൻ. ഹല്ലേലൂയ. ലോത്തിനെ രക്ഷിക്കാൻ 3 രാജാക്കന്മാരെ നേരെ ഫൈറ്റ് ചെയ്യാൻ പോയ ആളാണ് അബ്രഹാം. Abraham is the one who went against 3 princes to rescue Lot. ആവർത്തന പുസ്തകത്തിന്റെ അവസാനം എഴുതിയിരിക്കുന്നില്ലേ? ആമേൻ. ഹല്ലേലൂയ. മോശയുടെ കണ്ണിനൊരു മങ്ങലില്ല. At the end of Deuteronomy it is written, Moses' eyes did not grow dim. കണ്ണിന് മങ്ങൽ എന്ന് പറഞ്ഞാൽ അവന്റെ ഫോക്കസ് മാറിയില്ലെന്ന്. That means his focus did not change. ഹല്ലേലൂയ. Hallelujah. പിസ്കയുടെ മുകളിൽ വെച്ച് കർത്താവ് പറയാണ്, നീ എന്നെ അടിച്ചില്ലേ? വെള്ളം ചോദിക്കാൻ പറഞ്ഞപ്പോ അടിച്ചില്ലേ?
പക്ഷെ ഞാനത് കുറ്റമായിട്ടൊന്നും എടുക്കുന്നില്ല. കനാൻ ദേശം, നിനക്ക് കനാൻ ദേശത്ത് പോകണോ, കനാൻ ദേശം കാണണോ? Do you want to go to the land of Canaan or do you want to see the land of Canaan? അതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം മോശയ്ക്ക് മനസ്സിലായി. ഗിഫ്റ്റ് വേണോ ഗിവറിനെ വേണോന്നാ. The meaning is, do you want the gift or do you want the giver? ഗിഫ്റ്റ് വേണോ ഗിവർ വേണോ? ഗിഫ്റ്റ് വേണം. നമുക്കെല്ലാം ഗിഫ്റ്റ് മതി. കനാൻ ദേശം മതി നമുക്ക്. We all want the gift. മോശെ പറയുന്നു, എനിക്ക് കനാൻ ദേശത്ത് ചെന്നില്ലല്ലോ, നിന്റെ മടിയിൽ കടന്ന് വിശ്രമിക്കാൻ എനിക്കിഷ്ടം. Even if I don't reach Canaan, I want to rest. അതിനുശേഷം എന്തോ സംഭവിച്ചു നമുക്കറിയത്തില്ല. എന്തുമാണെങ്കിലും ഹല്ലേലൂയ കാണിച്ചു കൊടുത്തവന്റെ മടിയിലേക്ക് ഇരുന്നു കൊണ്ട് അവൻ ഹല്ലേലൂയ അവൻ മരണം പ്രാപിച്ചോ, അവൻ മരിക്കാതെ ഇരുന്നു നമുക്കറിയത്തില്ല. പക്ഷെ അവിടം വരെ അവൻ ചെത്തു. We don't know what happened if he slept on the lap of the giver, but he reached until that place. Praise the Lord. Hallelujah. ബലം നിന്നിലുള്ളോ ഭാഗ്യം നിറഞ്ഞോ നിശ്ചയമാണെന്നും താഴ്ച ഭവിക്കുകയില്ലെന്ന് പാടിക്കേ. ബലം നിന്നിലുള്ളോ ഭാഗ്യം നിറഞ്ഞോ നിശ്ചയമാണെന്നും താഴ്ച ഭവിക്കുകയില്ലെന്നും ഇவ்விதമുള്ളോർ മനസ്സുകളിൽ ഇவ்விதമുള്ളോർ മനസ്സുകളിൽ നിർണയമുണ്ടു നിരന്തരമായി സിയോൻ നഗരിയിൽ പെരുവഴികൾ, സിയോൻ നഗരിയിൽ താഴ്വരെ അതുവഴിയാ. കൈകളെ തട്ടി മാറും ജലാശയം പറഞ്ഞ കണ്ണുനീർ താഴ്വരെ അതുവഴിയായവ ധ്യാനം